അള്ളാഹു രണ്ട് ലോകത്തും ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷവാക്ക് പറയുമ്പോൾ ആ മനുഷ്യന് മനസ്സിനൊരു മാറ്റം ഉണ്ടാകും. അതേ സമയത്ത് അവൻ 100 രൂപ ചോദിച്ചപ്പോൾ 200 കൊടുത്തിട്ട് അങ്ങോട്ട് ചീത്തറിഞ്ഞ്. ഇപ്പൊ അതൊക്കെ ആളുകളോട് യാചിക്കാനും തെണ്ടാൻ വേണ്ടി നടക്കുന്ന വേറെ ജോലിയൊന്നും ചെയ്യങ്ങൾക്ക് അത് നാണം കെട്ട മനുഷ്യൻ എന്നൊക്കെ അത് പറഞ്ഞിട്ട് 200 രൂപ 100 ചോദിച്ചപ്പോൾ 200 കൊടുത്ത്. എന്തായിരിക്കും ആ മനുഷ്യന്റെ മനസ്സിന്റെ വേദന? അയാൾ നമുക്ക് വേണ്ടി ദ്വാരക്കോ പഹൻ പണ്ടാറ പഹൻ ഇതാണ് മറ്റേ ദ്വാകള്. അതോടുകൂടെ ആ പൈസ പോയി അവന് ചീത്ത പറഞ്ഞതായിരിക്കുന്ന ആ മോശമായിരിക്കുന്ന രീതിയിൽ അവനോട് പെരുമാറിയതായ ആ ദോഷങ്ങളുമാണ് നമുക്ക് ഏൽക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് അതവ് പഠിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അതവ് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് യാത്ര, ദൂരമായിരിക്കുന്ന യാത്രകളിൽ കഴിയുന്നത് ഒറ്റക്ക് സഞ്ചരിക്കുക എന്നുള്ളത് പൈശാചികമായിരിക്കുന്ന പിഴവുകളിൽ പെട്ടുപോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒറ്റക്ക് യാത്ര ചെയ്യുക ദൂര സ്ഥലങ്ങളിലേക്ക്, ഏകദേശം 2 മർഹല അതിനെ വിട്ട് യാത്ര ചെയ്യുക. കൂടുതൽ കുടുംബക്കാരാവുക, അല്ലെങ്കിൽ ബന്ധുക്കളാവുക, വേറെ ആരെങ്കിലും ആളുകളുണ്ടാവുക. വെറുതെ ഒന്നുമല്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്വഭാവം അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന കൂട്ടർ ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. അവർ എന്ത് ചെയ്തു? അള്ളാഹുവിനെ കൊണ്ട് നേരം പോക്കായതുകൊണ്ട് മഹ്ലൂക്കുമായുള്ള ബന്ധങ്ങൾ ഏത് സമയത്ത് ഉപേക്ഷിച്ച് ജീവിക്കലാണ് അവർക്ക് നല്ലത്. ജനങ്ങളുമായി മഹാന്മാരായിരിക്കുന്ന ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ പോയി അവരോട് സംസാരിച്ചാൽ അവനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്ന അതുവാ ശത്രുവാണ്. വൈങ്കാന സ്വദീഖുൽ മുസാഫിയ, ഗുണകാംക്ഷിയായിട്ട് ചെന്നു കൂടിയതാണെങ്കിലും തന്നെ ഒരു ഖുർആൻ ഓതുന്ന സമയത്തോ ദിക്ർ ചെല്ലുന്ന സമയത്തോ എന്റെ ദുന്യാവിന്റെ കുറെ കാര്യങ്ങളുമായി അടുത്തിങ്ങനെ ചെന്നിരുന്ന് പതുക്കെ ഇരുന്ന് അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എന്തെങ്കിലും വാക്ക് പ്രവർത്തനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അയാൾ ഇവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതും വൈങ്കാന സദീഖുൽ മുസാഫിയ. മഹാനായ അബ്ദുല്ലാഹി ജാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചോളി. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹിനെ പേടിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ നാടുകളിലും പലയിടങ്ങളിലൊക്കെ ഉണ്ടാവും. അവരെന്തെങ്കിലും കാര്യമായ ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അതിനെ പിന്തിരിപ്പിക്കുന്നതായിരിക്കുന്ന ഭൗതികമായ കാര്യങ്ങളെ കൊണ്ട് അവർ ശൂലാക്കരുത്. എന്തെങ്കിലും വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒരു പെണ്ണിന്റെ പ്രസവമാണ്, അതിനുവേണ്ടി ദ്വാരക്കണം, അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം നിങ്ങൾ ഊഴിത്തരണം, എനിക്ക് വിഷമമാണ്, എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. വെറുതെ നാട്ടുപഞ്ചായത്ത് പറയാനും നാട്ടുകാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഉണ്ടായാൽ അവർ നമ്മയെക്കാൾ കുറിച്ച് കാണുന്നത് ശൈത്താനാണ്. അങ്ങനത്തതായ ഗതികേട് ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് ഏത് സമയത്തും അവന്റെ ഇബാദത്തുകളെ പിന്തിരിപ്പിക്കാം. അതായത് ഒറ്റക്ക് ആരും പ്രേരിപ്പിക്കാനില്ല, അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കാം. അതുപോലെ തന്നെ എവിടെയൊക്കെ കയറി ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുമായി കൂട്ടുകൂടാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യങ്ങള്, അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ ആരും കാണാനും ആരും ചെയ്യാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യാനും പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പോകുമ്പോൾ സംഘടിതമായ യാത്രയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ, അറാക്കിബു ശൈത്താനും വറാക്കിബാനി ശൈത്താനാനി വസലാസത്തു റക്ബുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അത് 2 ആൾ കൂടി ആയാലും അത്ര ഗുണം പോരാ. 2 ആൾ കൂടിയാലും ഗുണം പോരാ. അവർ അഭിപ്രായ വ്യത്യാസങ്ങളാവാം, ചെണ്ട കൂടാം, ഒരാളുടെ സ്വഭാവം മറ്റൊരാൾക്ക് പറ്റുകയില്ല. അങ്ങനെ വാക്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ആകെ പിണങ്ങി വെട്ടിപിരിയാം. എന്നാലോ വസ്സലാസ തുറക്കുമ്പോൾ 3 ആൾ കൂടിയാലോ എല്ലാ കേടും അവസാനിച്ചു. 3 ആൾ കൂടിയാൽ ജമാഅത്ത് എന്ന് പറയും. യദുല്ലാഹി അലൽ ജമാഅ, സംഘടിതമായ പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ സഹായങ്ങളുണ്ട്, അവന്റെ തിരുനോട്ടങ്ങളുണ്ട്, അവന്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ലഭിക്കുന്നതാണ്. സാധാരണ നമ്മളൊക്കെ പറയലെന്താ, 1ഉം 3ഉം 1നും ആകാം. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു കച്ചവടത്തിനോ അതല്ലെങ്കിൽ ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് 3 ആൾ കൂടി ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളെ 3 ആൾ കൂടി പോകണ്ട, ഒന്നിരിക്കലും ഒരാളെയും കൂടി വിളിക്കുക, അല്ലെങ്കിൽ ഒരാളോടെ ഇരുന്നിട്ട് 2 ആൾ പോയാൽ കാര്യം നടക്കില്ല. എന്നാൽ മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കറാഹത്ത് ഒഴിവാവണമെങ്കിൽ 3 ആൾ വേണമെന്നാ. അതായത് 3 ആളിൽ കുറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിന് കാര്യമായ ഒരു സംഗതിക്ക് വേണ്ടി ഇറങ്ങിയാൽ കറാഹത്താണ്, നല്ലതല്ല. അതിൽ ഒഴിവാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ആളുകളാവണം. അത് ഒരു ഒറ്റ എണ്ണം കൂടിയാണ്. 1 വിട്ടാലുള്ള എണ്ണത്തിനാണ് പ്രത്യേകത. 1 വിട്ടാലുള്ള എണ്ണം ഏറ്റവും ചുരുങ്ങിയത് അതിനൽ കമാല് 3 ആകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്ന ഇന്നല്ലാഹ വിത്റും യുഹിബ്ബുൽ വിത്ര, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ 3, 5, 7 അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏതായിരുന്നാലും ഹജ്ജ് യാത്രയിൽ പ്രത്യേകമായി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ. ഇതിപ്പോ നമ്മുടെ ഹജ്ജ് യാത്രയിലും വരുന്നതല്ല എങ്കിൽ ഈ സംഭവങ്ങൾ അതവിന് വേണ്ടി വേഗം പറഞ്ഞ് സ്ഥലം വിടുകയാണ്. 3 ആളുകൾ കൂടി അല്ലെങ്കിൽ 3-ലധികം ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരിൽപ്പെട്ടതായിരിക്കുന്ന ഒരാള്, അവരെല്ലാവരും തൃപ്തിപ്പെടുന്ന യോഗ്യനാണെന്ന് മനസ്സിലാക്കുന്ന ഒരാള് അവരിൽ എന്താവണം, ഒരു ഇമാറത്ത്, ഒരു അമീറാവുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാവണം. യാത്രയുടെ സ്വഭാവം, അതിന്റെ മര്യാദ
യാത്രയുടെ വിജയകരണത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് അവരെന്ത് ചെയ്യുക, ഒരു അമീർ. എന്നിട്ട് അയാൾ കാര്യങ്ങളൊക്കെ പറയുക. ആ കാര്യം ഷെറൈന് എതിരില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞതെങ്കിൽ പറ്റ തലകുലിക്ക് സമ്മതിച്ചു കൊടുത്തോളാം. ഷെറൈന് എതിരുള്ള കാര്യമാണെങ്കിലോ ഏത് വാപ്പല്ല വാപ്പാടെ വാപ്പ ആദനബി അലി ഇസ്ലാം എന്ന് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലല്ലോ. ഷെറൈന് എതിരാണെങ്കിൽ, ഷെറൈന് എതിരില്ലാത്തൊരു കാര്യമാണ് ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറയാ. ഇപ്പൊ നമുക്ക് തലയെ കെട്ടൽ എന്താ, നിങ്ങൾ കെട്ടിയോ ഇല്ലെന്നത് വേറെ പ്രശ്നം, മറുപടിക്കൊക്കെ പറയാലോ. സുന്നത്താണ്. തല കെട്ടാതിരിക്കലോ, ഒരാൾ തല വെറുതെ സാധാരണഗതിയിൽ തലയെ കെട്ടുക എന്നുള്ള വലിയ സുന്നത്താണ്, ചെറിയ സുന്നത്തൊന്നുമല്ല. നിങ്ങൾക്കിപ്പോ ഒരു മോശമായിട്ട് തോന്നുന്നുണ്ട്, ഈ വലിയ സുന്നത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറയാണ്, ബൈനൽ അബ്ദി വൽ കുഫരി, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയുള്ളതായിരിക്കും വ്യത്യാസമാകുന്നത് അൽ ഇമാമത്തു അലൽ ഖലാനിസി, തൊപ്പിയുടെ മീതെ തലയെ കെട്ടലാവുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊപ്പിയിട്ടിട്ട് തലയെ കെട്ടിട്ട, അത് മുസ്ലിമാണോ കാഫിറാണോ വേർതിരിക്കാൻ പറ്റും. അതേ സമയത്ത് വെറുതെ തൊപ്പിയിടാത്തൊരു തലയെ കെട്ടിയാലോ, അത് രാമനാണോ കോപാലനാണോ അന്തോണിയാണോ തോമാസാണോ അറിയില്ല. എത്ര ഹിന്ദുക്കൾ തലയെ കെട്ടുന്നവരുണ്ട് അറിയില്ല. നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ടാവാം. ഞാൻ പല പ്രാവശ്യം ഇത് മുസ്ലിമാണ് ചോദിച്ച് ഹിന്ദുക്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, തലകെട്ടുണ്ട്. സലാം അടക്കേണ്ട ശേഷം പറഞ്ഞു, മുസ്ലിം നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ. അപ്പൊ നോക്കുമ്പോ എന്താ, തലകെട്ട് ചെവി അടക്കി കെട്ടിയതാണ്. നോക്കുമ്പോ എല്ലാം ഓട്ടണ്ട്. അപ്പൊ തൊപ്പിടാ തലയെക്കെട്ട് കെട്ടാം. തലയെക്കെട്ടില്ലാതെ വെറും തൊപ്പി ധരിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബോംബെയിലും മറ്റൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാലോ, തൊപ്പിയിടുന്ന ഹിന്ദുക്കൾ എത്രയോ ഉണ്ട്. അപ്പൊ വെറും തൊപ്പിയിട്ടത് കൊണ്ട് മുസ്ലിം അല്ല, തലയെക്കെട്ട് കെട്ടിയതുകൊണ്ട് മുസ്ലിം അല്ല. നബി തങ്ങൾ 1000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതെന്താ, തലയെക്കെട്ട് കെട്ടിയിട്ട് അതിന്റെ മീതൊരു മുണ്ട് കൊണ്ടാൽ തൊപ്പി ധരിച്ചതിന്റെ ശേഷം അതിന്റെ മേലെ ഒരു തട്ടം കൊണ്ട് കെട്ടുക എന്നുള്ള രണ്ടും കൂടിയുള്ള സ്വഭാവം മുസ്ലിമിനെ ഉണ്ടാവുള്ളൂ. അത് മുസ്ലിമിന്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ചിഹ്നവും അടയാളവും കൂടിയാണ്. ഇത് നിങ്ങളൊരു പരീക്ഷാർത്ഥം കഴിക്കുകയാണെങ്കിൽ ശരിക്കും വിജയിക്കാൻ കഴിയും. ഏത് ഈ വിഷയം പഠിച്ച് വിജയിക്കാൻ കഴിയും. പ്രവർത്തിക്കൽ നിങ്ങളുടെ ഇഷ്ടമല്ലേ. തലകെട്ട് കെട്ടിയൊക്കെ മോശമാണ് വെച്ചിട്ടപ്പം എല്ലാവരും. എന്നാൽ ക്ലാസ്സിനൊക്കെ പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ ഒരു തട്ടെടുത്തിട്ട് തൊപ്പിയുടെ മീതൊന്ന് കെട്ടി വന്ന ആരവിടെ ചോദിക്കാനുള്ളത്? ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യത്തൊക്കെ ജീവിക്കുന്ന നമുക്ക് ഏത് രൂപത്തിലും ജീവിക്കാം. ഇവിടെ ഈ സുഡാനികൾ കുപ്പായിട്ടുണ്ട്, സോമാലികളൊക്കെ ഇവിടെ ഒരു കീസ, ഇവിടെ ഒരു കീസ, ഈ സൈഡിൽ കീസ, മൊത്തം 6 കീസ ഉണ്ടാവും ചിലപ്പോൾ. നമ്മുടെ നാട്ടിൽ നിങ്ങളൊരു കുപ്പായിട്ട് അങ്ങനെ നടന്നാൽ ഏതെങ്കിലും പള്ളിക്ക് മൂല്യരുന്ന അതിനെന്താ, നമ്മുടെ മൂല്യര് ശരിയല്ല. അതിനെ മെന്റൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പിരിവിട്ടിട്ട് കൊണ്ടുപോയി കെട്ടുക, അടച്ചിടുക. 6 കേസ് വെച്ചാൽ സമ്മതിക്കുങ്ങൾ ഇല്ല. എന്താ ഇവിടെ ചെയ്യാത്ത? പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ ആ കാര്യത്തിന് പ്രശ്നമില്ല. എത്ര കീശം വെക്ക, തലയെക്കെട്ട് കെട്ട, കുപ്പാട, അതിന് പുറമെ കുപ്പായത്തിന്റെ കൈ ഇങ്ങനെ തൂവി വിടുമ്പോൾ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ കടന്ന് വിളിച്ചിരിക്കാം. ഇത് ഇതുപോലെ അവിടെ ഇട്ടാൽ എല്ലാവരും ആ ചില കുപ്പായത്തിന്റെ കൈ ഉണ്ടാ വലിയ തോന്നുന്നുണ്ട്. അവിടെ എല്ലാ ഐബുകളും നോക്കാനുള്ള. അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ പറ്റുമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞു വന്നാൽ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു തലയെക്കെട്ട് കെട്ടുന്നതുകൊണ്ടോ തല മറച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റാവുന്നൊരു തൊപ്പി തലയിൽ ധരിച്ചാൽ എന്താ ഒന്ന് വരാൻ പോകുന്നത്? കുറെ സുന്നത്തുകൾ കിട്ടി എന്നല്ല വെച്ചാൽ വേറെ ഒന്നും നമുക്കൊരു നഷ്ടവും അതിൽ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലും ശ്രദ്ധയിലൊക്കെ ഉണ്ടാവണം. അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടായാൽ എന്താവണം, അതിൽ ഒരാളെ നിശ്ചയിക്കണം. എന്നിട്ട് അയാൾ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താ, അപ്പൊ തലയെക്കെട്ട് ഊരി വെക്കൽ ജായിസാണ്. അപ്പൊ നിങ്ങളുടെ അമീർ, ഈ യാത്ര പോകുന്ന കൂടുതൽ അമീർ പറഞ്ഞു എല്ലാവരും തലയെക്കെട്ട് അയച്ചു വെക്കി. അപ്പൊ ഒരാൾ എന്താ തലകെട്ട് വെച്ച് വെക്കണം? തലകെട്ട് സുന്നത്തല്ലേ? ഓഹി പണിയൊക്കെ നിങ്ങൾ അമീർ തലകെട്ടിന്റെ സുന്നത്തല്ലേ? തലകെട്ടല് സുന്നത്താടോ, പക്ഷെ തലകെട്ട് അയച്ചു വെക്കലോ അത് ജായിസാണ്. അത് ജായിസാണ്. അപ്പൊ ഒരു ജായിസായ ഒരു കാര്യം കൊണ്ട് മസ്ലഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായ സംഘത്തിന്റെ നേതൃത്വം നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യൽ വാജിബാണ്. അമീറിന് വഴിപ്പെടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയാണെങ്കിൽ ആ യാത്രയിൽ വഴിപ്പെട്ടല്ല എങ്കിൽ ആ യാത്രയുടെ ബർക്കത്ത് പോയി. ഒരു നാട്ടുഭരണമോ അല്ലെങ്കിൽ വീട്ടുഭരണമാണെങ്കിൽ ആ വീട്ടിന്റെ നേതൃത്വത്തിന്റെ ആ വിഷയത്തിൽ വഴിപ്പെട്ടില്ല എങ്കിൽ അവിടെ കലഹങ്ങളായി കുഴപ്പങ്ങളാണ്, സന്തോഷത്തിന്റെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്ത് തന്നെ കൽപ്പിച്ചാലും ശറഈനെതിരില്ലാത്ത കാര്യങ്ങളെ കൊണ്ട്. അതേ സമയത്ത് യാത്രയുള്ള അമീർ പറഞ്ഞു നമ്മളിവിടെ നിസ്കരിക്കാനും ഒറ്റക്ക് നിന്നാൽ ഈ വണ്ടിക്കാരനെ തിരക്കുണ്ട്, നിസ്കാരമൊക്കെ പിന്നാക്കാം. അപ്പോ വേറെ ആൾ ചോദിച്ചു കലാക്കായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, യാത്രയല്ലേ, പറ്റുമോ? അത് പറ്റുകയില്ല. ജമ്മിന്റെ വക്കത്ത് വിട്ടുകിടക്കുന്നവരേക്കും പറ്റും. അത് വിട്ടുകിടക്കുന്ന രൂപത്തിലുള്ള ഒരു കൽപ്പന വന്നാൽ ഉടനെ അവിടെ സ്റ്റോപ്പാക്കണം. അമീറിനെ പിടിച്ച് കെട്ടണം, വേറെ ആളിനെ അമീറാക്കണം. അയാൾ എന്ത് ചെയ്യാ, പിടിച്ചോടെ കെട്ടിയിട്ടിട്ട് ബേക്കിൽ കാക്കുക, എന്തൊരു വേറെ ഒരാളെ അമീറാക്കുക. അപ്പൊ ശറഈനെതിരില്ലാത്ത എന്തൊരു കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചാലും അയാൾക്ക് എന്ത് ചെയ്യണം? എന്നിട്ടോ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്,
അജ്വദഹും വഅലമഹും വഅൗറഅഹും. അമീറാവുന്ന ആൾ ആരായിരിക്കണം? അയാള് ആ കൂട്ടത്തിലൊരു മാന്യനാവണം, അയാൾ യോഗ്യനാവണം, പിന്നെ അയാള് നല്ല അറിവുള്ള ആളാവണം, അറിവുള്ളതിനോടുകൂടെ സൂക്ഷ്മതയുള്ളാവണം. അതായത് പറഞ്ഞതനുസരിച്ച് 99 വാങ്ങിന് നടപ്പിലാക്കുന്ന ഒരാൾ കൂടിയാവണം. ഇത് ജനങ്ങളോടൊന്ന് നിർദ്ദേശിക്കുക. എന്നിട്ട് മൂപ്പര് വേറെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ എന്തായിപ്പോയി, നാട്ട വളയുമ്പോൾ നേലിന് ഓട്ടോമാറ്റിക്കായി വളവ് വന്നു. പിന്നെ നാട്ട നീരാത്ത കാലത്തോളം നേലിന്റെ വളവ് തീരുകയില്ല. പിന്നെ നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ അവിടെ ചാൻസുകളില്ലല്ലോ. അതുകൊണ്ട് ഈ രൂപത്തിലായ ഒരു ഇമാറത്താണോ നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ നിങ്ങളുടെ ഹജ്ജിന്റെ യാത്രയിൽ അത് പരിപൂർണമായി സഹിയാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ വഴിപ്പെടൽ സുമ്മൽ യുതീഉഹു, പിന്നെ ആ ജനങ്ങൾ അയാളെ പൂർണ്ണമായി വഴിപ്പെടൽ നിർബന്ധമാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു കൊടുത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നബി തങ്ങൾ പറയുന്നു, ഇദാകാനു സലാതത്തൻ വല്യു അമിറു വഅദഹും റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ ഹസനിൻ. വളരെ പ്രബലമായ നല്ലതായിരിക്കുന്ന ഇസ്നാദോടുകൂടെ നബി തങ്ങൾ പറഞ്ഞതായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു യാത്രയിൽ, ഇപ്പൊ നമ്മളൊക്കെ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു സംഘത്തിൽ പോകാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഒരു സംഘത്തിൽ പോകാൻ തീരുമാനിച്ചുകൊണ്ട് മറ്റേ സംഘം അവഗണിക്കുക എന്നുള്ളതൊന്നും അതിലില്ല. അതിനെ നിഷേധിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ ഇതിലാ പോകുന്നത്, നിങ്ങൾ വേറെ സ്ഥലത്താണ് പോണത്. അപ്പൊ ഞങ്ങൾ പോകുന്നത് തന്നെയാണ് ചെറുത ഏറ്റവും പൂർണ്ണമായത്, അതാണ് 100ക്ക് 100 മിയാവക്ക് മിയ അതാണെന്ന് പറയാം. അതിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. നമ്മൾ ഇതിലാ പോകുന്നത്, നിങ്ങൾ പോകുന്നത് വേറെ സംഘത്തിലാരും നിഷേധിക്കേണ്ടതുമില്ല. അപ്പൊ ഏതൊരു സംഘത്തിലാണ് പോകുന്നതെങ്കിൽ ആ സംഘത്തിനെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അതിന്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പിന്നെ അവര് പറയുന്ന നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലായാല് അതിന് അംഗീകരിക്കാന്നുള്ള ഒരു ബാധ്യത ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാല് അവന്റെ ഹജ്ജ് മബ്റൂർ ആവാൻ അത് സഹായകരമാവുകയില്ല. മബ്റൂർ ആവാതെ വന്നാൽ പിന്നെ കബൂലിന്റെ കാര്യം വൽ കബൂൽ യബുദു, കബൂൽ ബഈദുമാണ്. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതെല്ലാം യാത്രയുടെ ആദാബിൽപ്പെട്ടതായിട്ട് പ്രത്യേകമായി മനസ്സിലാക്കണം. അതുപോലെ യാത്ര പോകുമ്പോൾ സാധാരണയിൽ ഉണ്ടാവാവുന്ന സ്വഭാവങ്ങൾ ചിലർക്കും പലർക്കും ഉണ്ടാവാം. ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ ബാഗുകളിലും അവരുടെ ഭാണ്ഡങ്ങളിലൊക്കെ ചില പ്രത്യേകമായ പാടില്ലാത്ത വസ്തുക്കളൊക്കെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയപ്പോൾ അറിഞ്ഞതായ വിഷമങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ക്യാമറ പോലെയുള്ള സാധനങ്ങൾ യാത്രയിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. യാത്രയിൽ കൊണ്ടുപോകുന്ന ആവശ്യം എന്താ, അവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാമല്ലോ. അവിടെ കൊണ്ടുപോയി പരിശുദ്ധമായ കഅബയുടെ ചുറ്റുഭാഗത്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകളെ ക്യാമറയിൽ പിടിച്ച് ഫിലിം കൊടുക്കുന്നത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പൊടിപ്പിക്കാം, കാണിക്കാം. ഇത് യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോകാന്നുള്ളത് ഇബ്ലീസിന്റെ സഹായമാണ്. യാത്ര ഒരിക്കലും നന്നാവുകയില്ല. അതുപോലെ പലയിടങ്ങളിലും പോകുമ്പോൾ പല കാഴ്ച വസ്തുക്കൾ ഉണ്ടാവും. ഇതോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, നാം എന്തൊക്കെ ഇഹ്റാം ചെയ്യാൻ പോകുന്ന മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന പള്ളിന്റെ പരിസരത്ത്, അതുപോലെ ജയറാനത്തില്, അതുപോലെ തന്നെയാണ് നാം പോകുന്ന സമയത്ത് ഇഹ്റാം ചെയ്യാനും വേണ്ടി ഉദ്ദേശിക്കുന്ന കർണുൽ മനാസിൽ, ഇപ്പോൾ സെയ്ലുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ക്യാമറ പിടിക്കാൻ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഇബാദത്തിനോട് ചേർന്നതായ സ്വഭാവങ്ങളല്ല. അതിനു വേണ്ടി സമയം ഉപയോഗപ്പെടുത്താനും പാടുള്ളതല്ല. നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, സ്വാലിഹ്യങ്ങൾ അംഗീകരിക്കാത്തതുമാണ്. അതുപോലെ അറഫയിലൊക്കെ പോയാൽ കാണാൻ ഒട്ടകം അങ്ങനെ പുതിയാപ്പിള ഓർപ്പെട്ടിങ്ങനെ എല്ലാ നിലക്കുള്ള ആഭരണ വസ്തുക്കളോടുകൂടെ അമ്പലത്തിൽക്കൊക്കെ ആനനെ കൊണ്ടുപോകും. നമ്മൾ കൊണ്ടുപോയില്ലേ, ആന ചമഞ്ഞു കൊണ്ടുപോവുക, അതിലേക്കാണ് ചമഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാം. എന്നിട്ട് അതിന്റെ മുകളിൽ കയറുക. ഇപ്പൊ റമദാനിക്ക് പോയപ്പോ പെണ്ണുങ്ങളും അതിന്റെ മുകളിൽ കയറുന്നുണ്ട് എന്ന് എനിക്ക് സംശയം തോന്നി. പെണ്ണുങ്ങൾ എന്താ ചോദിക്കുന്നത്, പെണ്ണിനെന്താ കയറിയാലെന്നാ പെണ്ണുങ്ങൾ ചോദിക്കണത്. പെണ്ണിന് കയറാനാണല്ലോ. ഇപ്പൊ എല്ലാവരും പറഞ്ഞു, എല്ലാ കടലാസരും പറഞ്ഞെന്താ, പെണ്ണുങ്ങൾ ശക്തിയായിട്ട് പോരാട്ടം നടത്തണം, ആണുങ്ങളെ പോലെ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണത്. ആരും പറഞ്ഞില്ല പെണ്ണുങ്ങൾ ശക്തിയായിട്ട് ആണാവാൻ ശ്രമിക്കണം എന്ന് ഇതുവരെ ആരും പറഞ്ഞു കണ്ടില്ല. ശക്തിയായിട്ട് ആണിനെ പോലെ ആവാൻ ശ്രമിക്കുക. ആണിനെ പോലെ ആകുമ്പോൾ ആണാവണ്ടേ, പിന്നെ ഇങ്ങനെ പോലാവാ. നമ്മൾ പണ്ട് അജിന് പോയപ്പോ ഒരു ചെറിയ കുട്ടി ഇവിടെ നമ്മുടെ അജി സംഘത്തിലുള്ള ആളുടെ തോന്നുന്നുണ്ട്. ആ കുട്ടി ആണുകളിലെ പുരുഷന്മാരുടെ ബാത്റൂമിൽ പോകുമ്പോൾ ഓവർ പറഞ്ഞ് കുട്ടി അത് പുരുഷന്മാർക്കുള്ള. അപ്പൊ ചെറിയ കുട്ടി ചോദിക്കുക, അവിടെ പോയാൽ ഞാൻ പുരുഷനാകുമോ? പെൺകുട്ടി ചോദിക്കുക. ആണിന്റെ ബാത്റൂമിലേക്ക് പെണ്ണ് കടന്നാല് അത് ആണാവോ? ചെറിയൊരു കുട്ടി. അപ്പൊ ആണാവുക പെണ്ണാവുക എന്നൊക്കെ പറയുന്ന അതിലൊന്നും യാതൊരു കഴമ്പില്ല. ആരാപ്പ ഇതൊക്കെ പറയുന്ന ആളുകള്? ഇസ്ലാമിന്റെ ആൾക്കാർ, മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന നാമധാരികള്. അവരാ പറയുന്നത്. എന്തുകൊണ്ടിട്ട് സ്ത്രീകൾക്കുള്ളതായിരിക്കുന്ന അധികാരങ്ങളും അവരുടെ യോഗ്യതകളും അവരുടെ അനുകൂലങ്ങളൊക്കെ ഒരു നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. അവർ ശരിക്കും രംഗത്ത് വരണം, അവർ പ്രസംഗിക്കണം, അവർ പരിപാടികൾ നടത്തണം. അതിനു വേണ്ടി ആര് സഹായിച്ചാലും ആര് വന്നാലും ശരി. ഹജ്ജിനൊക്കെ പോകുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങളൊക്കെ പലർക്കും അറിയാൻ ചിലപ്പോൾ ചാൻസുകൾ കിട്ടും. ഒരു സമയത്ത് നമ്മൾ മീനായിൽ താമസിക്കുമ്പോൾ അടുത്തുണ്ടാകുന്ന ടെന്റില് സെഫിന്റെ ഇടയിൽ വിടവരാൻ പാടുള്ളതല്ല. സെഫ് മുറിഞ്ഞിട്ട് ഒഴിച്ചിട്ടാൽ അവിടെ ശൈത്താൻ അവിടെ നിൽക്കുക. അതുകൊണ്ട് ബേക്കിൽ നിൽക്കുന്ന സ്ത്രീകൾ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന
സ്ത്രീകൾ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ പിന്തി നിൽക്കേണ്ട ആവശ്യമില്ല, ചെയ്ത്താൻ കയറി നിൽക്കാൻ പാടില്ല, അജ്ജ് നന്നല്ലേ. അത് കഴിഞ്ഞുള്ള പരിപാടികളോ പിന്നെ പ്രസംഗിക്കുന്നത് നമ്മുടെ ബീഗങ്ങൾ ചെന്ന് നോക്കപ്പോ എല്ലാവരും പറഞ്ഞൊരു ബീഗ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അത് എന്തായാലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ എന്താ പോയി നോക്കി നമുക്കൊരു ബീഗം പ്രസംഗിക്കുകയാണ്. ബീഗത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവട്ടെ, വെറും ബീഗല്ല. ചുറ്റുഭാഗത്തിരിക്കുന്ന ആരാ? നല്ല ചെറുപ്പക്കാര്, അന്തസ്സുള്ള ചെറുപ്പക്കാരൊക്കെ വട്ടളഞ്ഞിരിക്കുക, വെളിങ്ങനെ നിന്ന് പ്രസംഗിക്കുക. അപ്പൊ മനസ്സിലായി ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും ആവണമെന്ന്. നമ്മുടെ സ്ത്രീകള് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമായിട്ട് നമ്മൾ ജീവിച്ചപ്പോൾ ഇസ്ലാമായിട്ട് തന്നെ നമുക്ക് മരിക്കണം. അതിൽ എന്ത് ഈ ലോകത്ത് പരാജയം നേരിട്ടാലും നമുക്ക് സാരമില്ല. വിജയത്തിന്റെ ആയിരിക്കുന്ന ഏറ്റവും വലിയതായ ഒന്നാമത്തെ ഘട്ടം മനുഷ്യന്റെ മരണത്തോടുകൂടെ പരലോകമാണ്. അതിനു വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ക്യാമറ പിടിക്കുക, ഒട്ടകത്തിന് പുറത്തു കയറുക, ഇതിനൊന്നും വേണ്ടി പോകുന്നവരല്ല നമ്മൾ. അവിടെ പോയി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടിയുള്ള ആളുകൾക്കും വീട്ടിലുള്ള നാട്ടുകാർക്കൊക്കെ സമാധാനിക്കാനും സന്തോഷിക്കാനൊക്കെ അപ്പെടുന്നത് അതൊക്കെ കടയിൽ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടും, ഫോട്ടങ്ങൾ വാങ്ങിയിട്ട് കൊടുന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ആരാത്? നമ്മളാണെന്ന് കാണാനോ? വേറെ നിർത്തിയില്ല. എത്രയോ ആയിരക്കണക്കായ ആൾ നമ്മളുണ്ടാവും, അല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരാളത് ചിലപ്പോൾ ഞാനായിരിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ നിൽക്കുന്ന ആൾ ഞാനായിരിക്കാം. ഏറാമിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ആർക്കും ഞാനാവാനോ? എല്ലാവരും ഒരു ഡ്രസ്സ് മാത്രമല്ലേ ധരിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള അഹംഭാവങ്ങളോ ആർഭാടങ്ങളോ ആഹ്ലാദങ്ങളോ ഒന്നും ഈ പരിശുദ്ധമായിരിക്കുന്ന യാത്രയിൽ ഒരിക്കലും നമുക്ക് ചേർന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കാര്യങ്ങളെല്ലാം വളർത്തിയതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നതായ ഹദീസുകളിൽ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ ദിക്ർ, ദുആകൾ, ദുആഉൽ കർബ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനമായിരിക്കുന്ന ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇൻദൽ കർബി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ഒരു ദുആ മനാസിക്കിന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലുണ്ടാവും. അതെല്ലാം കൂടുതലായി വർദ്ധിപ്പിച്ച് ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം റഹ്മത്തിക അസ്തഗീസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രധാനമായ ബദറിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം തേടി ദുആ ദുആകൾ ഇങ്ങനെയുള്ളതിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ജോലിയാവുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായ യാത്ര സംരക്ഷണത്തിനും സ്വഭാവ ശുദ്ധിക്കും നാം പോകുന്നതായിരിക്കുന്ന ഇബാദത്തുകൾ പൂർണ്ണമാവാനും ഏറ്റവും നല്ലതാകുന്നു. പിന്നെ യാത്രയിൽ പ്രത്യേകമായി ദ്വാരക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. 3 ദുആകൾ ഉത്തരം പെട്ടെന്ന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയങ്ങളുമില്ല. അത് ഒന്ന് ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ ദുആ, ഹലാലായ യാത്രക്കാരന്റെ ദുആ. ഹലാലായ യാത്ര എന്ന് പറഞ്ഞാൽ ഒന്ന് ഹജ്ജിന്റെ യാത്ര, നാട്ടിലേക്ക് പോകുന്ന യാത്ര, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന യാത്ര, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരമുണ്ട്. പക്ഷെ എന്താവണം? യാത്രയുടെ ആദാബുകളും അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ടുള്ള ജീവിതമാവണം. അപ്പോഴാണ് എല്ലാ സമയങ്ങളിലും നമുക്ക് ദുആക്ക് ഉത്തരമുണ്ടാവുക. അങ്ങനെ ദുആർന്നാൽ ആ ദുആ ഒരിക്കലും തന്നെ അത് അവഗണിക്കപ്പെടുന്നതല്ല, അത് പ്രത്യേകമായി പരിഗണിക്കുന്ന ദുആയാണ്. ആർക്ക് വേണ്ടി ദുആറക്കണം? ലി നഫ്സിഹി വലി വാലിദൈഹി വലി അഖാരിബിഹി വലി ജമീൽ മുഅ്മിനീൻ. എല്ലാ ആളുകൾക്കും വേണ്ടി ദുആറക്കുക, സ്വന്തമായ നഫ്സിന് വേണ്ടി ദുആറക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം എല്ലാം പറയുന്നതിന്റെ ഇടയിൽ അവരൊന്ന് പ്രത്യേകമായി പറയുക. എല്ലാ മുഅ്മിനീങ്ങളെയും പറയുന്നതിന്റെ ഇടയിൽ അവരും അതിൽ ഉൾപ്പെട്ടതോടുകൂടെ പ്രത്യേകിച്ച് അവരെന്ന് എടുത്ത് പറയുക. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന് വഴിപ്പെടാൻ പറഞ്ഞ കൂട്ടത്തിൽ ദിക്ർ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. ശൈത്താൻ നിങ്ങളെ ഭിന്നിപ്പിക്കുന്ന ദിക്റിനെ തൊട്ടാണ്, വഅനിസ് സ്വലാഹ് നിസ്കാരത്തെ തൊട്ട്. അപ്പൊ ഒരു പ്രത്യേകമായ കാര്യങ്ങളാകുമ്പോൾ അതെല്ലാം എടുത്തു പറഞ്ഞിട്ട് അതുപോലെ ലോക മുഅ്മിനീങ്ങൾക്ക് ദുആറക്കുക. പരിശുദ്ധമായിരിക്കുന്ന ഹറമിലേക്ക് എത്തിയാൽ ഒരുപാട് ദുആക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ മുമ്പെയായി ദുആക്കുത്തരം ലഭിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും നാം ദുആറക്കുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തേതായിരിക്കുന്ന ദുആ മളലൂമിന്റെ ദുആ. അതായത് ആക്രമിക്കപ്പെട്ട നിരപരാധിയുടെ ദുആ. നമ്മെ ഒരാൾ ആക്രമിച്ചു, കയ്യേറ്റം നടത്തി, നമ്മളെ അടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പിടിച്ചവൻ ഓടി, അതല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് അവൻ ബലാത്കാരമായി നമ്മെ കൈയിറക്കി, അതല്ലെങ്കിൽ നാം ഇവിടെ ജോലി ചെയ്തിരുന്ന നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ച് നിബന്ധനകളൊക്കെ വെച്ച് നാട്ടിൽ പോയി വന്നു നോക്കുമ്പോൾ ജോലിക്ക് എന്ത് ചെയ്യുന്നതാണ്? ഇവൻ കയറാൻ മറ്റവൻ സമ്മതിച്ചില്ല. താൽക്കാലികമായി വെച്ച ആള് ഇയാളെ ജോലിക്ക് കയറാൻ സമ്മതിച്ചില്ല. അയാൾ കൃത്രിമ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ജോലിക്ക് അയാൾ അത് പിടിച്ചു പറ്റി. ആദ്യം ഏൽപ്പിച്ചു പോയ സാധുവിനെ അവഗണിച്ചപ്പോൾ അത് ആ ചെയ്തതായ മനുഷ്യൻ ലാലിമാണ്, ഈ പാവി മദ്റൂമാകുന്നു. ആ സമയത്ത് അയാൾ പടച്ചവനോട് ദ്വാരക്കുവാന്ന്. ഒരു കാഫിറാണെങ്കിൽ ശരി, ഏത് ആ നിരപരാധിയായ മനുഷ്യൻ കാഫിറാണ്. നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മളെ ഒരു കാഫിറായ സഹോദരൻ എന്ത് ചെയ്തു? ഞാൻ വരുന്നവരേക്കും എന്റെ ജോലിക്ക് നിങ്ങൾ നിന്നോളി, ഏതായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുമല്ലേ, ഒരു പ്രശ്നവുമില്ല, വന്നാൽ എന്റെ ജോലി തിരിച്ചേൽപ്പിക്കണം.
തരില്ലേ? ആ തരാം. അപ്പൊ നമ്മളൊരു മുസ്ലിമാന്നുള്ള നിലക്കാർക്ക് നല്ല ഉറപ്പ് ധാരണയോടുകൂടി ആ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും മൂപ്പരങ്ങനെ വലിയ ആളായിട്ട് എല്ലാ കാര്യം മൂപ്പര അയക്കാം. ഈ സാധുവിന്റെ പേരിൽ കുറെ കംപ്ലൈന്റ് ഉണ്ടാക്കി അയാളെ പെട്ടെന്ന് ആ ജോലിയിൽ നിന്ന് എന്ത് തട്ടി ഇയാൾ ഇവിടെ നിന്നാൽ ആ പാവപ്പെട്ടതായിരിക്കുന്ന എന്ത് ദ്വാരക്കുന്നത് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ എന്നോ അല്ലാഹുമ്മ റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ എന്നൊന്നും അല്ലാതെ വരക്കുന്നത്. ദൈവേ ഈശ്വരാ, ഈ മനുഷ്യൻ എന്നെ കഷ്ടപ്പെടുത്തി ഈ കാണൂല ഈശ്വരാ, ഇവനെ നീ ഏതെങ്കിലും നിനക്കൊരു പാഠം പഠിപ്പിക്കണേ ഈശ്വരാ, സ്വാമിയെ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരക്കണത്. പക്ഷെ എന്റെ ഹൃദയോ ഈ പറഞ്ഞ ഒരുപാട് ആളെ വിളിച്ച് സ്വാമിനെ അയ്യപ്പനെ ഈശ്വരനെയും ദൈവത്തിനെ എല്ലാവരെയും വിളിച്ചെങ്കിൽ കൂടി ഏതെങ്കിലും ഒന്ന് ഒരു എല്ലാ ശക്തി ഉണ്ട് എന്ന് ആ സാധു വിശ്വസിച്ചിട്ടുണ്ടല്ലോ. പലതും കൂടിയെന്നല്ലേ ഉള്ളൂ. അപ്പൊ റഹ്മാനായ തമ്പുരാനാണ് ഈശ്വരനും അള്ളയാണ് ദൈവത്തിൻ്റെതും അതുപോലെ സ്വാമിയുടെയും അയ്യപ്പന്റെയും നാരായണന്റെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ രക്ഷിതാവ് അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിന്റെ അടിമയല്ലേ ഈ സാധു? അള്ളാഹുവിന്റെ അടിമയല്ലേ? ഇവന് ഭക്ഷണം കൊടുക്കുന്ന അള്ളയല്ലേ? ഇവന് വായു കൊടുക്കുന്നവന് ശക്തി കൊടുക്കുന്ന എല്ലാം അള്ളാഹു കൊടുത്തതല്ലേ? അതിന്റെ ഖേദം അള്ളാഹു സ്വീകരിച്ചു. അത് അള്ളാഹുവിന്റെ അതിലാണ്, അവന്റെ നീതിയാണിത്. അള്ളാഹു ലോകത്തുള്ളതായ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനൊക്കെ വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ അള്ളാഹു ഏറ്റെടുത്തല്ലേ? ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം റഹ്മാൻ റബ്ബിന്റെ തീരുമാനങ്ങൾ നേരത്തെ എടുത്തു വെച്ചതുകൊണ്ട് ഈ കാഫിറായിരിക്കുന്ന ഈ സാധുവായിരിക്കുന്ന രാമൻ ഏറ്റവും വലിയ മാന്യനായ മുഹമ്മദാണ് തോന്നിയവാസൻ തമ്മാടിത്തരം ചെയ്തതെങ്കിൽ മുഹമ്മദ് എന്നുള്ളത് എന്റെ മുസ്ലിമാണ്, കാഫിറാവുന്ന രാമനെ നശിപ്പിക്കാന്നുള്ളതിന്റെ ബാധ്യതയാണ് എന്നല്ല അള്ളാഹുവിന്റെ തീരുമാനമുള്ളത്. മദ്ലൂമായിരിക്കുന്ന രാമന് വേണ്ടിയിട്ട് ഈ അക്രമം ചെയ്തതായിരിക്കുന്ന മുഹമ്മദിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെയായി അടിവേരോടുകൂടെ പിടിച്ചു മറിച്ചിട്ടിട്ട് അവനെ ഒന്നുമല്ലാതെയാക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മദ്ലൂമായിരിക്കുന്ന മനുഷ്യന്റെ ദുആ ലൈസ ബൈനഹു വ ബൈന ദുആഇഹി, അവന്റെയും അവന്റെ ദുആന്റെ ഇടയിലില്ല ഹിജാബ്, ഒരു മുടക്കുകളും തടസ്സങ്ങളൊന്നും ഇല്ലാതെല്ലാം അല്ലാഹുവിന്റെ കോർട്ടിലേക്ക് നേരിട്ട് ചെന്നുകൊണ്ട് പരിഹാരങ്ങളപ്പോ ഉണ്ടാവണം. അങ്ങനെയാണ് ഇതിന്റെ തീരുമാനങ്ങൾ. ഇതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളി. ഗൾഫ് നാട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾ ജോലിയൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ സെൽഫുകളെ ഏൽപ്പിച്ച് കച്ചവടമൊക്കെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവനെ കയ്യിലാക്കി എത്ര മാന്യന്മാരൊക്കെ ചിലപ്പോൾ നിങ്ങളിലോ നിങ്ങൾ കേട്ടവരിലൊക്കെ ഉണ്ടാവാം. നിങ്ങളുണ്ടെന്ന് പറയണില്ല, ഞാൻ പറയാതിരിക്കുന്നില്ല. ചിന്തിച്ചു നോക്കി വന്നു നോക്കുമ്പോഴേക്കും മറ്റേ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ട് അനധികൃതമായി ആരുടെയെങ്കിലും സമ്പത്തുകളോ ശരീരങ്ങളോ അഭിമാനങ്ങളൊക്കെ കയ്യിലാക്കിയ മനുഷ്യന്മാരുണ്ടെങ്കിൽ പാവപ്പെട്ടതായ മനുഷ്യന്റെ ദുആ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലേ? എന്നാ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഏത് സെക്കൻഡിലും പോയിന്റുകളും നിങ്ങളിലേക്ക് വന്നുകൂടാം. മൂന്നാമത്തതായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുകയാണ്. ഇൻകാന ദുആഉ ബിഹഖിൻ, ഒരു നിബന്ധനയുണ്ട്. ആ ദുആ ഹക്ക് കൊണ്ടാണെങ്കിൽ, എന്താ ഹക്ക് കൊണ്ട് പറഞ്ഞാല്? ആരാ പാട്ടുണ്ടോ ഇവിടുന്ന? നമ്മുടെ കൂടുതലുള്ള ആൾക്കാരല്ലോ പാട്ടൊന്നും പാടല്ലേ. പിന്നെ ഹക്ക് കൊണ്ടുള്ളതായിരിക്കുന്ന ദുആ മാതാപിതാക്കള് ഉമ്മ ദ്വാരക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമായി ഉമ്മാനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കില്ല എന്നില്ല എന്ന് കാര്യം അത് അങ്ങനെ തന്നെയാണ്. പൈസ ഒക്കെ അയക്കുന്നത് ഭാര്യയുടെ പേരില, അതുവരെ ഉമ്മാന്റെ പേരില അയച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഭാര്യക്ക് ബാങ്കിൽ പോയി അക്കൗണ്ട് എടുത്തു, ചെക്കൊക്കെ അവളുടെ പേരില അയക്കണം. ഇവര് മാറിയിട്ട് ഉമ്മാക്ക് ആവശ്യമുള്ളതാണ് കൊടുക്കുക, ബാക്കിയൊക്കെ ഇവിടെ പൊട്ടി വെച്ചുക. ഇവൾക്ക് പുറത്തൊക്കെ ഇറങ്ങി വിലസാനം പൈസ കയ്യിൽ വേണ്ടേ? ഏതെങ്കിലുമൊക്കെ ചെക്കന്മാരൊക്കെ വിളിച്ച് കാറൊക്കെ വിളിച്ചിട്ട് എങ്കിൽ പോവാനും സിനിമക്ക് പോവാനും വീട്ടിൽ പോവാനും കല്യാണത്തിന് പോകാനൊക്കെ എല്ലാ പൗർവ്വം കൊടുത്തുക. ഈ പാവപ്പെട്ടതായ തള്ള പോറ്റിണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. തള്ളക്ക് വിഷമമായി. കുറച്ച് ദിവസമൊക്കെ എന്ത് ചെയ്ത് മകനെ വെറുപ്പാക്കണ്ട, അവനെ കൊണ്ടാണല്ലോ ജീവിക്കണത്. പക്ഷെ സഹിക്കാൻ കഴിയില്ല. അവസാനമായി തള്ള പടച്ചവനോട് പറയാണ്, റഹ്മാനായ പടച്ചവനെ ഇവന്റെ ദുൽമനെ നീ അവസാനിപ്പിക്കണം, ആ പഹനതിന് പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഏതോ തറവാട്ടിൽ കെട്ടപ്പെട്ടതായ ഒരു പെണ്ണിനെ ഞങ്ങൾ പോയി അന്വേഷിച്ചു കൊടുന്നു, നമ്മുടെ തറവാട്ടിൽ കൊണ്ടുവന്നതിന്റെ ശേഷം എന്റെ അഭിമാനങ്ങളൊക്കെ പോയി റബ്ബേ. ഇതെല്ലാം നീ കാണുന്നുണ്ടല്ല തമ്പുരാനെ, ഞാൻ പെറ്റുപോറ്റി കഷ്ടപ്പെട്ടതായ പാല് കൊടുത്തുകൊണ്ട് കാഷ്ടമൂത്രങ്ങളൊക്കെ നീക്കിയതായ വേദനിച്ച് വളർത്തിയുണ്ടാക്കിയ എന്റെ മകൻ ഈ രൂപത്തിൽ എന്നെ ചെയ്തതിന് നീ പാഠം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിട്ട് അവളെ മുമ്പിലിട്ടെങ്കിലും പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മകൻ മരിച്ചിട്ടെങ്കിലും മകളുടെ ദുഃഖമൊന്ന് കാണട്ടേനാ. മകനോട് മരിച്ചാലും വേണ്ടില്ല, മരുമകളുടേതായിരിക്കുന്ന ദുഃഖം കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ ദുആന്റെ അവസ്ഥ എന്താണ്? അത് തീർച്ചയായിട്ടും ആ മകനത് വലിച്ചേ പറ്റുകയുള്ളൂ. മരുമക്കളാവുന്ന സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. അമ്മായിമാരുമായി പെരുമാറുന്നതിലും ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ അത് സൂക്ഷിച്ചാൽ അവരുടെ കാലശേഷമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ അതൊക്കെ ഇങ്ങോട്ട് മടങ്ങിയിട്ട് അള്ളാഹുത്തല അവർ മുഖേന കിട്ടും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു. അപ്പോഴാണ് എല്ലാം ഉപയോഗപ്പെടുത്താം.
അതിന്റെ മുമ്പ് അവരെ വേദനിപ്പിക്കുന്നതും ചെയ്യരുത്. അങ്ങനെയാണോ ദ്വാരുന്നത്, വേദനിപ്പിച്ചിട്ടാണോ ദ്വാരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈസ ബൈനഹു ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുന്നു. അതേ സമയത്ത് ഉമ്മാന്റെ പേരിൽ തന്നെയാണ് പൈസ അയക്കുന്നത്. ഉമ്മ ഏതെങ്കിലും സമയത്ത് ഇവൾക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. എല്ലാ അധികാരങ്ങളും ഉമ്മാക്ക് തന്നെ, യാതൊരു കുറവുകളും വരുത്തിയിട്ടില്ല. ഈ സ്ത്രീപാടെ കൊണ്ടുവന്നതായി കല്യാണം ചെയ്ത് കൊണ്ടുവന്നതായിരിക്കുന്ന മരുമകളായിട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. കഷ്ടപ്പാടുകളും വിഷമൊന്നും ഇല്ല എങ്കിലും ഭർത്താവിന്റെ പൂർണ്ണമായ അധികാരമൊന്നും കയ്യിൽ വന്നിട്ടില്ല. അതൊക്കെ ഉമ്മായുടെ കയ്യിലാണ്. പക്ഷെ ഉമ്മാക്കൊരു സംശയം, എന്നെക്കാണ് കൂടുതൽ സ്നേഹം എന്റെ മരുമകളോട് എന്റെ മകനുണ്ടോ എന്ന് ചെറിയൊരു സംശയം വാസ്തവത്തിൽ അതില്ല. ഈ സാധുവായ മനുഷ്യൻ ഉമ്മ എന്ന് പറയുമ്പോഴേക്കും കരയുന്നവനാണ്. ഉമ്മാക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഉമ്മാന്റെ സംശയം കൊണ്ട് ഉമ്മ ധാരക്കാണ്, പഠിച്ചോനെ എന്റെ മകൻ എന്റെ മരുമകളാകുന്നവന്റെ ഭാര്യനോടാണ് കൂടുതൽ സ്നേഹമുള്ളത്. അതുകൊണ്ട് ഈ അവനൊരു പാഠം പഠിപ്പിക്കണം. അള്ളാഹുബി ഏതെങ്കിലും അവന്റെ ആറാലൊന്ന് നീ മുടക്കണം. അവനക്ക് നീ എന്ത് ചെയ്യണം, തിരിച്ച് കൈമലത്തിങ്ങോട്ട് വന്നുകൊണ്ട് ഇവളുടെ മുമ്പിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും കാണിക്കാൻ നീ അവസരമുണ്ടാക്കണം എന്ന് ദ്വാരന്നാൽ ലാ യുസ്തജാബു ദുആഉഹാ, ഉമ്മാന്റെ ദുആ ഒരു കാരണവശാലും സ്വീകരിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹക്ക് കൊണ്ടാണ് ഉമ്മ ദ്വാരുന്നത്, അല്ലെങ്കിൽ ബാപ്പ ദ്വാരുന്നത്. എത്രയോ ആപ്പമാരും ഉമ്മമാരൊക്കെ ദ്വാരക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന്റെ ഒരു വാപ്പ വന്നുകൊണ്ട് ആ മകനെ കുറിച്ച് പല ബേജാറങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം അതാ ബാപ്പ മകൻ പോരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക്, കൊച്ചി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് കാത്തിരുന്നു. എന്റെ മോന്റെ കൂടെ എനിക്കും പോണത്. പക്ഷേ പോകുന്ന സമയത്ത് പോട്ടെ എന്ന് പറഞ്ഞെന്നല്ലാതെ കൊണ്ട് ബാപ്പ എന്ന് പോലും വിളിച്ചില്ല എന്റെ കുഞ്ഞി എന്നോട്. എനിക്കതിൽ വേദനയുണ്ട് ഉസ്താദെ, നിങ്ങൾ അവനോട് നേരിട്ട് പറയരുത്, പറഞ്ഞാൽ അത് പ്രശ്നങ്ങളാകുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ വന്നുകൊണ്ട് 3 മാസം കഴിഞ്ഞില്ല. ലേബർ പിടിച്ച് മിനിഞ്ഞാന്ന് നാട്ടിൽ പോകേണ്ട ഗതികേട് എത്തിയപ്പോൾ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബാപ്പനെ പൊരുത്തപ്പെടിപ്പിക്കുകയും ബാപ്പക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വേലിൽ വരാവുന്ന പരാജയം ഇത് തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയും ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ബാപ്പ ഉമ്മ എന്ന് പറയുന്ന സാധനം. അത് കടലാസിൽ നിന്ന് വെട്ടിയെടുക്കുന്നതല്ല, അത് പ്രതിമ വെച്ചുകൊണ്ടിട്ട് പൂജിക്കാൻ പറ്റിയ സാധനമല്ല. അത് റഹ്മാനായിരിക്കുന്ന തമ്പുരാൻ മുഖേനയായി നമുക്ക് തന്ന ഒരു അമൂല്യമായ സ്വത്താണ്. ഒരിക്കലും എഴുന്നേൽക്കാൻ വയ്യാതെ കണ്ട് സംസാര കഴിവ് നഷ്ടപ്പെട്ടു, പല്ല് കൊഴിഞ്ഞു പോയി, കാതിന്റെ കേൾവി പോയി, കണ്ണിന്റെ കാഴ്ച പോയ ഒരു പാവപ്പെട്ടതായിരിക്കുന്ന ഉമ്മാനെ കൊടുന്ന് നമ്മുടെ വീട്ടിലുള്ളതായിരിക്കുന്ന ടെറസിന്റെ വീട്ടിൽ മാർബിൾ വിരിച്ചതായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചാൽ ആ വീട്ടിലെന്തോ ഒരു ഐശ്വര്യമാണ്. ആര് വന്നാലും നാരാണി കിടക്കുന്ന എന്റെ ഉമ്മയാണ്, എന്നെ പെറ്റുപോറ്റി വളർത്തിയതാ എന്റെ പൊന്നുമ്മയാണ്. പക്ഷേ കേൾവിയില്ല, കാഴ്ചയില്ല, എന്റെ ഉമ്മാക്കൊന്നും മിണ്ടാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് എന്തോ ഒരു അഭിമാനമാണ് സഹോദരാ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തൊരു അത്ഭുതകരമായ സംഭവമാണ് പാവപ്പെട്ടതായിരിക്കുന്ന ഉമ്മ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു പിതാവും. എന്തുമാത്രം ഹക്കുകളാണ് അവരോടുള്ളത്. അതുകൊണ്ട് അവരെ വേദനിപ്പിച്ചതിന്റെ പേരിലാണോ അവർ ദുആയിരുന്നതെങ്കിൽ മഹാനായ നബി തങ്ങൾ പറയാണ്, ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു മാതാപിതാക്കൾ അവന്റെ സന്തതികൾക്ക് വേണ്ടിയുള്ള ദുആ ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. നമുക്കൊരു പോരായ്മയാണല്ലോ, അധികം ആളുകൾക്കും എന്താ വിവരദോഷം തന്നെ കാര്യമായിട്ടുള്ളത്. വിവരദോഷം തന്നെയാണ്. കുറച്ച് വിദ്യാഭ്യാസം മറ്റൊക്കെ ഉണ്ടായി, ഗൾഫിലും മറ്റൊക്കെ 10 പൈസ ഉണ്ടായ മാർഗങ്ങളും വഴികളൊക്കെ എന്താവട്ടെ, അങ്ങനെ ഉണ്ടായ ഉഷാറായൊക്കെ നാട്ടിൽ ചെന്നപ്പോഴേക്കും ഉമ്മയാണെങ്കിൽ വളരെ ക്ഷീണിച്ചു, ഇവനാണെങ്കിൽ ഒരു പോയിന്റ് കൂടിയിരിക്കുകയാണ്. ചെന്ന് നോക്കും സമയത്ത് ഉമ്മ ആകെ വണ്ണങ്ങി കടിച്ചു. ഉമ്മയുടെ കുപ്പായും ഉമ്മയുടെ വസ്ത്രവും എന്റെ മുഖവും ആ വായിൽ നിരിക്കുന്നതായ മുറുക്കാന്റെ തുപ്പലനീരൊക്കെ ഇങ്ങനെ കാണുന്നതിന് വെറുപ്പ് പിടിക്കാം. എന്താ ഉമ്മ അങ്ങക്കൊന്ന് വൃത്തി വെളുപ്പായിട്ട് നടന്നൂടെ? എനിക്ക് കാശില്ലേ, എന്താ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം, എന്റെ ഉമ്മയാണെന്ന് എനിക്ക് പറയണ്ടേ? നാണം കെട്ട ഉമ്മ. മക്കള് പറയാ നാണം കെട്ട ഉമ്മ, പൈസ ഇല്ലേ നിങ്ങൾക്ക്? ഉമ്മ പിന്നെ അതിനേക്കാൾ മോശമാകാന്നല്ലാതെ ഒരിക്കലും അത് മുന്നോട്ട് വിവരണ്ട ഗതി കഴിഞ്ഞു പോവല്ലേ. അതോടുകൂടെ മുറുക്കാൻ തിന്നിട്ട് ഊപ്പര ചുമരിന്റെ അവിടെ തുപ്പിപ്പന്ന് ചെറിച്ചാലോ അല്ലാ, അതിന്റെ ഗതി കഴിഞ്ഞിട്ടാ. നല്ല വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അന്തസ്സുള്ളതായിരിക്കുന്ന മാർബിൾ വിരിച്ചാൽ ഈ കുമ്മായങ്ങളെ കൊണ്ട് വെയിറ്റ്വാഷ് ചെയ്തതായിരിക്കുന്ന ചുമരിലേക്ക് ഉമ്മ തുപ്പിയപ്പോ ഉമ്മാക്ക് ഇതൊന്നും ഓർമ്മയില്ലാന്ന് കഴിഞ്ഞു പോയില്ലേ. എന്ത് ചെയ്ത് ചുമരൊക്കെ ഒന്ന് വെടക്കായി. അള്ള കുരുത്തം കെട്ട തൊള്ള കൊണ്ടാടക്കാൻ വേണ്ടി ഇപ്പോഴും ഇത് ചെലവാണ്. ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെയുള്ളതായ മക്കളൊന്നും നമ്മൾ ആവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഭാര്യങ്ങളിൽപ്പെട്ടതായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാവണം. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു എന്ന് അറിയയില്ല, കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിങ്ങൾ വെച്ചോ, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നതായ ഒരു ഗുരുനാഥൻ, ഒരു പ്രായമുള്ളതായ ഉസ്താദ്, അദ്ദേഹം ഇപ്പൊ അടുത്ത് മരിച്ചുപോയി, അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, എന്നോട് പറയുകയാണ്, എന്നേറ്റ് സ്നേഹമുള്ള ഒരാളാണ്, പ്രായം കൂടിയാലും നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിയാരെ ഒരു സംഭവം. ഒരു വയസ്സായിരിക്കുന്ന ഒരു കാക്ക വന്നുകൊണ്ട് പറയാണ്, ഉസ്താദെ എന്റെ മോൻ മരിക്കാൻ വേണ്ടി നിങ്ങൾ പടച്ചവനോടൊന്ന് ദ്വാരക്കണം. എന്താ
കാക്ക നിങ്ങൾ പറയുന്നത് ഒന്നുമല്ല, ഞാനും എന്റെ ഭാര്യയും ഒരുപാട് കാലമായി അവൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കുന്നത്. എല്ലാവരും പറഞ്ഞ് മാതാപിതാക്കൾ ദ്വാരുന്ന മക്കൾക്ക് ഫലമുണ്ടാകുന്ന പക്ഷേ മരിക്കുന്നില്ല. നിങ്ങൾ അള്ളാഹിനോട് അവൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്താണ് ഇതിന്റെ സിറ് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ മകൻ ഏത് നിലക്ക് നോക്കിയാലും അവന്റെ വളവ് നീരുന്നില്ല, അവനൊരു തൊഴിലിന് പോകില്ല, അവൻ ചീട്ട് കളിക്കുക, കള്ളു കുടിക്കുക. ഞങ്ങൾ പകൽ പോയി ജോലി ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും ജീവിക്കാനുള്ള കൊടുന്നു വെച്ചാൽ അത് കൊണ്ടുപോയി കട്ടെടുത്ത് കൊണ്ടുപോയിട്ടും ആക്രമിച്ച് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കള്ളു കുടിച്ചിട്ടും തിന്നിട്ടും അതൊക്കെ കഴിഞ്ഞ് വന്നാൽ കള്ളു കുടിച്ചു വന്ന് ഞങ്ങളെ സഹിക്കാൻ വയ്യാതെ അടിക്കുകയാണ്. സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഉസ്താദേ, അവൻ മരിച്ചു കിട്ടാനൊന്ന് ദ്വാരക്കണേ. റഹ്മാനാ റബ്ബ് പരിപൂർണമായി നമ്മയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. എത്ര വേദനയുള്ളൊരു കാര്യമാണ് സഹോദരന്മാർ, എന്തോ ഒരു ജീവിതമാണ്. നാൽക്കാലികൾക്ക് പോലും സംഭവിക്കാവുന്ന പരാജയമുള്ളതിന്റെ പിന്നാലെ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യാത്രയിലുള്ള ദുആന്റെ കൂലം ആ പോലെ തന്നെയാണ് വലിയ മഹത്വമുള്ള മൂന്നാമത്തെ ദുആയാണ് ഏറ്റവും വേഗത്തിലായി ഉത്തരം കിട്ടപ്പെടുന്നതായ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് ആരും അത് മറന്നു കളയരുത്. മാതാപിതാക്കളെ ഏത് സമയത്തും ബഹുമാനിക്കണം. എവിടെ നമ്മൾ ആകാശത്തിൽ എത്തിയാലും ശരി, എവിടെ എത്തിയാലും പോറ്റിയതായ മാതാപിതാക്കൾ 1000 അമ്മ ചമഞ്ഞു വന്നാലും പെറ്റ അമ്മക്ക് സമമല്ല. നിസ്കരിക്കുന്നതായ സമയത്ത് മാതാപിതാക്കൾ വന്ന് വിളിച്ചാൽ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അത് മുറിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ഉത്തരം ചെയ്യണമെന്നാണ് ശരീഅത്തുൽ ഇസ്ലാമിന്റെ കൽപ്പന. ഈ നാട്ടിൽ ഏറ്റവും ഭരിക്കുന്നതായ ഭരണാധിപനായിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് കഴിഞ്ഞുപോയ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ ആരോ വിളിച്ചു എന്ന് വെക്കുക, മറുപടി പറയാൻ പറ്റുകയില്ല. അതേ സമയത്ത് ഒരു കഴിവില്ലാത്തതായ ഈങ്ങിച്ചടച്ചതായ ഷർട്ടും മുണ്ടും ധരിച്ചതായ ഉമ്മ വന്നിട്ട് മോനെ എന്ന് വിളിക്കുന്ന സമയത്ത് റഹ്മാനാ റബ്ബിന്റെ സാഷ്ടാംഗത്തിൽ അഖറബുമായ സാജിദ് അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്ത് അള്ളാഹിനെ കൊള്ള അടുത്തുകൊണ്ടിരിക്കുന്നതായ മോനെ വിളിച്ചുകൊണ്ട് മോനെ എന്ന് വിളിക്കുന്ന സമയത്ത് ആ മോൻ എന്ത് ചെയ്യണം? ഉമ്മാക്ക് വേണ്ടി എന്താ ഉമ്മ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ല എങ്കിൽ അവൻ പോയി, നഷ്ടപ്പെട്ടു പോയി. എന്തെല്ലാം സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ അതീതുകളിലുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വല്ല ആളുകളും മാതാപിതാക്കളോട് എന്തെങ്കിലും വിഷയത്തിൽ വല്ല പൊരുത്തക്കുറവുകള് ഭാര്യ ഭാഗത്തിൽ കൂടെയാവട്ടെ, സമ്പത്തിന്റെ ഭാഗത്തിൽ കൂടെയാവട്ടെ, നിങ്ങളുടെ സഹോദരിമാരെ കൂടുതൽ അവർ പരിഗണിച്ചത് കൊണ്ടാവട്ടെ, ഏതെങ്കിലും ഭാഗത്തിൽ കൂടെ അതൊന്നും വകവെക്കണ്ട. നമ്മയെ ഒരു പെറ്റോ നമ്മയെ ഒരു പോറ്റോ നമുക്ക് വേണ്ടി ഗർഭം ധരിച്ചോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടോ അത് ഒരു ചെറിയ സെക്കൻഡിലാണെങ്കിൽ തന്നെ അതിന് തുല്യമാര് കൊടുക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആ ഭാഗത്തേക്ക് ചിന്തിക്കണം. അതിന് വേണ്ടിയാണ് ഈ കാര്യം ഉണർത്തിയത്. അപ്പോ യാത്രയിൽ വെച്ചുകൊണ്ട് എല്ലാ ആളുകൾക്ക് വേണ്ടി ദ്വാരക്കുക, ഉത്തരം കിട്ടപ്പെടുന്നതായിരിക്കുന്ന ഒരു യാത്രയാണ്. അത് പറയുമ്പോൾ ദുആന്റെ ഇനങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആ സലാസത്തു അഖ്സാമിൻ, 3 വകുപ്പുകളാണ് ദുആ. ഒന്ന് ഉടനെ ഉത്തരം ചെയ്യപ്പെടുന്ന ദുആ, അതിൽപ്പെട്ടത് ആ ദുആണ്. രണ്ടാമത്തത് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഉത്തരം ഉണ്ടാവുള്ളൂ, വളരെ വേഗത്തിലാവുകയില്ല, കുറെ താമസിക്കും. രോഗം മാറാനോ മക്കൾക്ക് വിവാഹം ശരിയാവാനോ അതുപോലെ ജോലി ശരിയാവാനോ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാനോ ഇങ്ങനെ ദ്വാരെന്ന് പറഞ്ഞ് കുറെ വൈകും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആന്റെ കൂട്ടത്തിൽ പിന്നെ ഉശദു അലാ ഖുലൂബിഹിം എന്ന് പറയുന്ന ആ അക്രമികളാ ജനങ്ങളുടെ പരാജയത്തിന് വേണ്ടി ദ്വാരുന്ന ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി 40 വർഷത്തോളം സമയം പിടിച്ചു എന്ന് പറയപ്പെടുന്നു. 40 വർഷമൊക്കെ എന്താ പിന്നെ ഉത്തരം കിട്ടണം? എന്തിനാ? വളരെ വൈകിയും. പിന്നെ നമ്മളോ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ചില നിബന്ധനകൾ വെച്ചു. ആ നിബന്ധന പ്രകാരമുള്ള ദുആയാണ്. അപ്പൊ അതുകൊണ്ട് നബിതങ്ങൾ പറയുന്നു രണ്ടാമത്തെ ദുആ ഇങ്ങനെ ദ്വാരപ്പിക്കുക. ദ്വാരക്കൽ പൊതുവെ നമുക്ക് കുറവാണ്. എവിടെങ്കിലും വല്ല മജ്ലിസിലൊക്കെ പോയി ദ്വാരപ്പിക്കുക, ഉസ്താദന്മാരോടൊക്കെ ദ്വാരക്കാൻ പറയാ, ദ്വാരക്കണേ. ഇതിപ്പോ ഇങ്ങനെ ഒരു സാധാരണ ഒരു നാടൻ മട്ടത്തിൽ ഒരു ഹോബി ആയിക്കണം. കണ്ടവരോട് കൂടെ ദ്വാരക്കണം എന്നാ ദ്വാരക്ക 50 ദ്വാരക്ക വൈകുണ്ടോ? ഇല്ല. എത്രയോ നിസ്കരിക്കാത്ത ആളുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിയിലും മദ്രസയിലും മറ്റൊക്കെ വന്നിട്ട് മുസ്ലിയാക്കന്മാരോട് ദ്വാരക്കാൻ പറയണം. മക്കള് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ മക്കള് കല്യാണം ശരിയാവാൻ വേണ്ടി, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവരോട് പറഞ്ഞാലോ ഇങ്ങനെ പോയില്ല, എന്താ ഇപ്പൊ ദ്വാരക്കാത്ത പണി, ഏത് ഭാഷയിലും ദ്വാരന്നൂടെ? അപ്പൊ അങ്ങനെ വളരെ വൈകുമ്പോ നമുക്ക് പ്രയാസങ്ങൾ. ആ മൊയ്യരോട് ദ്വാരക്ക എത്ര വട്ടായി ഇവഞ്ഞ ആ വൈകി പോയില്ല, ആ വൈകിനെ പോകുന്നില്ല. ചെറിയ ഒരു നാടൻ ഒരു രസമായ വിഷയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതും നേരം പോക്കും മണ്ണെടുക്കുക. നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ പോകുന്ന ആളും പല ആളുകളുമായി ബന്ധപ്പെടും. അറിവിന്റെ പേരിലല്ല, പരിചയത്തിന്റെ പേരിൽ. ഇങ്ങനെ ഒരു സഹോദരൻ വന്നിട്ട് അയാളുടെ മോന് കല്യാണം ശരിയാൻ വേണ്ടി വളരെയധികം വിഷമിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നു. ഗൾഫിൽ നിന്ന് വന്നതാ, ലീവ് കുറച്ചുള്ളൂ. അവരോടും പിന്നെ കല്യാണം പോയി വെക്കാൻ പറഞ്ഞു. എല്ലാം ശരിയായി. പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരു കാരണവശാല് കല്യാണം ശരിയാവില്ല. അവസാനം എന്താ ഞാൻ വേണ്ടി നമ്മുടെ ദിക്കിലൊക്കെ ഒന്ന് വരക്കണമെന്നൊന്നും എന്താ ചെയ്യാതെ ഞാൻ വന്ന് പറഞ്ഞേക്കാം. അവരോട് പറഞ്ഞു, മോനെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നും പോരില്ല എന്നുണ്ട്. എന്താ പോരാത്തത് വെച്ച് അവൻ പറഞ്ഞാൽ കൂട്ടാതല്ലേ, മോൻ നമ്മുടെ മോനെ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ
നിങ്ങളെ ഭാര്യക്ക് യാസീൻ ഓതാൻ അറിയും. ആ ഓതുന്ന അയാളോ പെണ്ണുങ്ങളോട് യാസീനൊക്കെ ഓതാൻ പറയാറുണ്ട്. അങ്ങനെ കൂടെയുള്ള ഒരാൾ കൊടുന്ന അയാളെ ആരോ തടിച്ചു കൊടുന്ന അയാളെ മാറിയപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ സ്വകാര്യം? എൻ്റെ മോന് നിസ്കരിക്കും, നോമ്പ് നോക്കും, ഖുർആനോതും, നല്ല ആളുകൾ നല്ല ബന്ധമായിരുന്നു. മോന് ഗൾഫിലായിരുന്നു, ഇവയില്ലാതെ വേറെ നാട്ടിലായിരുന്നു. അവന് ഗൾഫിലാകുന്ന സമയത്ത് ഒരു അറബിയുടെ ഡ്രൈവറാ, നല്ല കഥയാണ്. അങ്ങനെ കുറെ ദൂരക്ക് ഇയാളായിട്ട് പോകുന്ന സമയത്ത് എന്തോ ഇയാൾ മേലെ കൂടി ചെണ്ട കൂടി വണ്ടി നിർത്തി അറബി വട്ടൂരി അടിച്ചു. അല്ല കാച്ചു വട്ടൂരി അടിച്ചാൽ അടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവങ്ങളൊന്ന് മനസ്സിലാക്കുവാണി ആരും സഹായിക്കാനില്ല. ഇവൻ ബദരീങ്ങളെന്ന് വിളിച്ചു. എവിടെ ബദരീങ്ങള്? മമ്പർത്തേക്ക് വിളിച്ചു. പിന്നെ ബദരീങ്ങളിനെ അവിടേക്ക് വിളിച്ചു. എല്ലായിടത്തും ഫോൺ ചെയ്ത് ആരും മതില, ആരും ഉത്തരം കിട്ടിയില്ലാന്ന്. അതോടുകൂടെ അവൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ വക ആൾക്കാരുടെ യാതൊരു ബന്ധവും ചേർന്നു. ഇതാണ് കഥ. എന്നെ ഇങ്ങനത്തെ ആളുകളിട്ട് യാതൊരു ഇടപാടില്ല. അല്ല, ഇത്രയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ വെച്ച് അടിച്ച സമയത്ത് ബദരീങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അറബിയുടെ കൈ പിടിക്കാനോ ഒരു സഹായം ചെയ്ത് എന്ത് വിലക്കമല ബദരീങ്ങളാ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവല്ലോ. ഇങ്ങനെ ഒരു രഹസ്യത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ ചെക്കൻ പറഞ്ഞ കൂട്ടാക്കില്ല ഇങ്ങോട്ട് വരാന്. എന്നൊരു അത്ഭുത സംഭവം. ഇത് പഴയ സംഭവം എന്നല്ല, അത് പ്രശ്നമാണ്. ഇതിന്റെ തോലിങ്ങനെ പൊളിഞ്ഞു വരണോ സംഭവങ്ങൾ. നിങ്ങളൊക്കെ ചിന്തിച്ചോ കാണാം. നിങ്ങളിൽ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കാതെ ദേഷ്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൽ നേർച്ചാക്കിയിട്ട് സലാത്ത് ചൊല്ലി, നാരിയത്ത് സലാത്ത് ചൊല്ലിയിട്ട് ചെല്ലി മടുത്ത് ഞാൻ പരിപാടി നിർത്തിക്കാം, കിട്ടുമ്പോൾ കിട്ടട്ടെ. അങ്ങനല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളല്ലേ. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ വക്കൽ നിന്ന്. ഏത് സമയത്ത്? അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്, നമ്മൾ ഉദ്ദേശിച്ച സമയത്താ, അള്ളാഹു തീരുമാനിച്ച സമയത്ത് അത് കിട്ടും. എന്നാൽ അള്ളാഹിനായിട്ട് പിണങ്ങിയാലോ? അള്ളാഹിനായിട്ട് പിണങ്ങിയിട്ട് പിന്നെ ആരെടുത്താ പോകുന്നത്? മല്ലം യർളബി ഖലായി വലം യസ്ബിർ അലാ ബലായി വലം യശ്കുർ അലാ നഅമായി ഫൽയഖ്റുജ് മിൻ തഹ്തി സമായി വൽയത്ലുബ് റബ്ബൻ സിവായി. എന്റെ കലാ കൊണ്ട് പൊരുത്തപ്പെടുന്നില്ല, എന്റെ ബലാവിൽ അവൻ ക്ഷമിക്കുന്നുമില്ല, എന്റേതായിരിക്കുന്ന നന്മകൾക്ക് നന്ദിയും ചെയ്യുന്നില്ല എങ്കിൽ ഫൽയഖ്റുജ് പുറത്തു പോട്ടെ, മിൻ തഹ്തി സമായി എന്റെ ആകാശത്തിന്റെ താഴ്വരയായ ഭൂമിയിൽ നിന്ന് പുറത്തു പോകണം. എന്നിട്ടോ ഫൽയഖ്റുജ് വൽയത്ലുബ് റബ്ബൻ സിവായി, ഞാനല്ലാത്തതായിരിക്കുന്ന പടച്ചവനോട് ചോദിക്കട്ടെ. നടക്കുന്ന കാര്യമാണോ? പടച്ചവനായിട്ട് പിണങ്ങിയിട്ട് ആരോട് ചോദിക്കാനാ? അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ളതായിരിക്കുന്ന വേദികൾ അത് പലതുമുണ്ട്. ആ രണ്ടാമത്തതായിരിക്കുന്ന ദുആ വളരെ പിന്തിയേക്കാം, സമയങ്ങളെ പിടിച്ചേക്കാം. നമ്മൾ ഉദ്ദേശിച്ച ഈ പോയിന്റിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ന് കിട്ടിയാൽ നാളെ 5000 ഉറുപ്പിയുടെ ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് നേർച്ച വേണം ചെയ്തോളാം. എന്ത് നേർച്ച ചെയ്താലും എന്ത് ചെയ്യുന്നതാണ്, അത് കിട്ടിയേ പറ്റുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ പറഞ്ഞാൽ കിട്ടും. അള്ളാഹാനായിട്ട് അത്ര അടുപ്പുണ്ട് നിങ്ങൾ പറഞ്ഞാൽ കിട്ടും. അങ്ങനെ എന്ത് ചെയ്തു? നല്ലൊരു നേർച്ച പറഞ്ഞു നോക്കി. ഇതിന് ടെസ്റ്റിന് പോയ സമയത്ത് 2 തെറ്റുണ്ടായി, ഇപ്പൊ 3 തെറ്റായി. 3 തെറ്റ്. ഇയാള് നല്ലൊരു നേർച്ച പറഞ്ഞിട്ടുണ്ട്. ചെറിഞ്ഞതിന് 5000 ദിർഹംസ് വരും. ചെയ്യാൻ ഇയാൾ തയ്യാറാണ്. കാരണം 1 മാസം നമ്മളും പോയാലും വേണ്ട, ജോലി ശരിയായില്ല. 3 തെറ്റായിട്ട് അങ്ങോട്ട് വന്നത്. പിന്നെന്താ ആ മനുഷ്യന്റെ ഹാലെന്തായിരിക്കും? പിന്നെ അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായതുകൊണ്ട് നമ്മളെ അവൻ പോറ്റുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിനെ അറിയാം. അവൻ നേർച്ചയല്ല, നേർച്ചയുടെ മീതയുള്ള നേർച്ചയും ദ്വാന്റെ മേലുള്ള ദ്വാക്ക് നടത്തിയിട്ട് അന്ന് ലൈസൻസ് കിട്ടിയിട്ട് നാളെ വണ്ടി അങ്ങോട്ട് എടുത്താൽ ആദ്യം കൊണ്ടുപോകുന്നത് അവന്റെ ഫോർമേന്റെ തലയിലാണ് കയറ്റാൻ പോകുന്നത്. അതുകൊണ്ട് അവന്റെ ജീവിതം മുഴുവനും ഇതുകൊണ്ട് പാഴാവുക എന്നുള്ള അവസ്ഥ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഫൗക തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറു, എല്ലാ തഖ്ദീറുകളും റഹ്മാനായ റബ്ബിനാണ് അറിയുന്നത്. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീ, പൊട്ടനറിയയില്ല. പൊട്ടൻ മനസ്സിലാക്കിയത് ഈ പാവപ്പെട്ടതായ മുസ്ലിയർ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, അയാൾക്ക് അറിയയില്ല എന്ന. വാസ്തവത്തിൽ അങ്ങനെയല്ല. എല്ലാ ഉൾരഹസ്യങ്ങളും അറിയുന്ന നമ്മയെ തീറ്റിപ്പോറ്റുന്നതായിരിക്കുന്ന അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഓനിപ്പ് കൊടുത്തൂടാ, ലൈസൻസ് കൊടുത്തൂടാ. എന്നാൽ അടുത്ത ടെസ്റ്റിന് കിട്ടുമോ? അതും പറ്റുകയില്ല. അവിടൊക്കെ അപകട മേഖലകൾ പതിയിരിക്കുകയാണ്. ഈ സാധു എല്ലാം കൊണ്ട് പരാജയമാണ്, നഷ്ടമാണ്. ആകമാനം എന്റെ ജീവിതം തൊലഞ്ഞു പോകും. അതേ സമയത്ത് മുസ്ലിയാരുടെ ഈ ദ്വായും നേർച്ചയുടെ ഫലവുമായിട്ട് കിട്ടി അവൻ ആകമാനം ഇതുപോലെയുള്ള തൂഫാനായി കഴിഞ്ഞ അവൻ്റെതാ വിചാരവും ഏജറും എന്താ പടച്ചോനെ, അന്ന് പാവപ്പെട്ടതായിരിക്കും, എനിക്ക് ആ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ അല്ലാ ഞാൻ രക്ഷപ്പെട്ടു പോയി, എന്റെ കുടുംബം രക്ഷപ്പെട്ടു, എല്ലാം ഞാൻ നശിച്ചു പോയല്ലോ. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ.
നമ്മയോട് അള്ളാഹ്ക്ക് സ്നേഹമുണ്ട്. അള്ളാഹു വദൂദാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്. അവൻ്റെതായിരിക്കുന്ന അടിമകളോട് എന്തോ ഒരു സ്നേഹമുള്ളവൻ ആരാണ്? അള്ളാഹു തആല റഊഫാണ്, വലിയ റഊഫത്തുള്ളവനാകുന്നു. എത്രത്തോളം നമ്മൾ പോറ്റി വളർത്തുന്നതായിരിക്കുന്ന കുഞ്ഞിന് ഏതെല്ലാം സ്നേഹം നമ്മൾ കൊടുക്കുകയാണ്. ആ കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ 6, 7, 8 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഒരു കുട്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോ മോട്ടോർ സൈക്കിളിന് വാശി പിടിച്ചു. കാരണം ആളുകൾ ഇങ്ങനെ ഓടിക്കുവാണ്, എനിക്കൊരു സൈക്കിൾ ഓടിച്ചു തരണം. കുട്ടി കരഞ്ഞു, ചാട്ടം പിടിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കി, കലഹമുണ്ടാക്കി, ക്ലാസ്സുകൾ ഉടച്ചു, പിഞ്ഞാണം ഉടച്ചു, ജനലിന്റെ ക്ലാസ്സുകളൊക്കെ തല്ലി ഉടച്ചു. എന്താ വാശിയുള്ളത്? എനിക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങണം. അപ്പൊ വാങ്ങിക്കൊടുക്കോ? ഇല്ല. എന്തേ? സൈക്കിൾ ഓട്ടാനായിട്ടില്ല. എന്റെ കുട്ടിയോടെ സ്നേഹം എനിക്കാണുള്ളത്. എന്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്താൽ അതിന്റെ മുകളിൽ കയറിയാൻ അവൻ വീണുപോകും, കൈകാലുകൾ ഒടിഞ്ഞു പോകും, ആളുകളുടെ മേൽ കയറിപ്പോവും. അതുകൊണ്ട് എന്റെ കുട്ടിയുടെ സ്നേഹം കാത്തു രക്ഷിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഇപ്പൊ കുട്ടിക്ക് അത് പറ്റുകയില്ല. അങ്ങനത്തതായിരിക്കുന്ന കുഞ്ഞിനോട് രക്ഷിതാക്കളുടെ സ്നേഹത്തെക്കാണ് രക്ഷിതാവായ അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഒരുപാട് സമയം പിടിച്ചു പോകും. നിങ്ങൾ ആരും ധൃതി പിടിക്കണ്ട, വെപ്രാളപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ ഖലാവ് ചോദ്യം ചെയ്യണ്ട, ദ്വാരക്കാൻ പറഞ്ഞ ആളുകളോട് നിങ്ങൾ എതിർക്കണ്ട. അള്ളാഹുവിന്റെ മജ്ലിസുകളാവുന്ന ദിക്റിന്റെ മജ്ലിസുകളോ സ്വലാത്തിന്റെ മജ്ലിസുകളോ ഖുർആനുകളോ നിങ്ങൾ വിടണ്ട. അതൊക്കെ കൂട്ടുകാരാവട്ടെ, അതൊക്കെ നമ്മുടെ കൂട്ടാളികളാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനുകൾ, സൂറത്ത് യാസീനുകൾ, സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ, സൂറത്ത് തബാറക നമ്മുടെ കൂട്ടാളികളാവട്ടെ. നാരിയത്തു സ്വലാത്തുകൾ, റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തുകൾ നമ്മുടെ കൂട്ടാളികളാവട്ടെ. ഒരു ദിവസത്തിൽ എല്ലാം ജില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും അതെങ്കിലും ഉണ്ടാകുമല്ലോ. ഇതാണ് യഥാർത്ഥമായ മുഅ്മിനിന്റെ വിശ്വാസം. മൂന്നാമതായി ദുആന്റേതായിരിക്കുന്ന ഘട്ടം, ഈ ദുആ ലോകത്ത് തന്നെ ഉത്തരമില്ല, മരണം വരെ ഉത്തരമില്ല. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് എല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിലേക്ക് അതാ കുറെ പ്രതിഫലങ്ങൾ കൊടുക്കുന്നു. ആദ്യമായി കൊടുത്തപ്പോ അവൻ ചോദിച്ചു, പടച്ചവനെ മാഹാദ, എന്താണ് ഇത്, എനിക്ക് മനസ്സിലായില്ല. അള്ളാഹു പറയുന്നു, ആദാ സവാബു സ്വലാ വജസാഉ സ്വലാ വജസാഉ സദഖാ വസകാത്തി വല്ലദി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോരി കൊടുത്തിട്ട് അവസാനം അഡ്രസ് കൂടാതെ കൂമ്പാരമായവന്റെ മുമ്പിൽ കൊണ്ടുപോയി കൂട്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഹാദിഹി ലക്കാത് നിനക്കുള്ളതാണ്, ഖുദ്മാ ശിഅ്താ, നിന്റെ ഇഷ്ടം പോലെ നീ പിടിച്ചോ. അയാൾ ചോദിച്ചു, പടച്ചോനെ എന്താ നിന്റെ വകുപ്പ്, എനിക്ക് മനസ്സിലായില്ലല്ലോ. മുമ്പുള്ളതിന്റെ വകുപ്പുകളൊക്കെ നീ പറഞ്ഞു, ഇത് വകുപ്പെന്താ? അള്ളാഹു പറഞ്ഞു, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് എന്നിലേക്ക് കൈ ഉയർത്തിയപ്പോൾ ഞാൻ കേൾക്കാത്തത് കൊണ്ടല്ല, ഞാൻ നിനക്ക് തരണ്ടാന്ന് വെച്ചത് കൊണ്ടല്ല, അതൊന്നും നിന്റെ മസ്ലഹത്തിൽ പെട്ടതല്ലായിരുന്നു, നിനക്ക് തരാൻ പറ്റിയതല്ലായിരുന്നു. തന്നാൽ നീ അപകടപ്പെട്ടു പോകും, അന്ന് നീ ക്ഷമിച്ച് എന്നിലേക്ക് അടുത്തില്ലേ, അതിന്റെ പ്രതിഫലമാണ് എന്നുള്ള പറയുമ്പോൾ എന്താണ് ആ മനുഷ്യന്റെ ഫതൂബാ, എന്തോ ഒരു സന്തോഷമാണ്. ആ മനുഷ്യൻ പറയാണ്, അള്ളാഹുവേ, എന്റെ ദുആകൾ വെച്ചുകൊണ്ട് ഒന്നും എനിക്ക് ഉത്തരം ചെയ്യാതെ മുഴുവൻ ഇവിടേക്ക് ബന്ധിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ അള്ളാഹുമായി നിങ്ങൾ അകന്നു പോകരുത്. വലിയ നഷ്ടമാണ്, വളരെ വിഡ്ഢിത്തരമാണ് ആ വിഷയത്തിലുള്ളത്. ദ്വാരക്കാൻ പറയുന്ന സ്വഭാവം നിർത്തണ്ട, സലാത്ത് നിർത്തണ്ട, യാസീനൊന്നും മുടക്കണ്ട, എല്ലാം പതിപോലെ മുറ പോലെ നടക്കട്ടെ. അള്ളാഹുവിലേക്ക് നീ അടുത്തോ. ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നല്ലവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ അടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്ത് കൊണ്ട് ഈ ലോകത്തും നാളെ പരലോകത്തും അനുഗ്രഹം സിദ്ധിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മയും മഗ്രികാരി എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. ما بعد, إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചുകൂടിയും പിരിഞ്ഞു ഒന്നുമല്ല സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ബാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികവുമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അവസാനം പരിപൂർണ ഈമാനോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പുതലുകൊണ്ട് നമ്മയും അഹ്ലികാരെല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലുള്ള ദുആക്ക് പ്രത്യേകമായി പരിഗണന ഉണ്ട്. അതിൽപ്പെട്ടതായ ഒരു പ്രധാനമായിരിക്കുന്ന യാത്രയാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോവുക. സലാത്തു ദഅവാത്തും മുസ്തജാബാത്തും ലാ ശക്ക ഫീഹിന്ന, 3 പ്രാർത്ഥനകൾ സംശയം കൂടാതെ ഉത്തരം ലഭിക്കപ്പെടും. അതൊന്ന് ദഅവത്തുൽ മുസാഫിരി ഫീ സഫരിഹി, ഒരു യാത്രക്കാരൻ ഹലാലായ യാത്ര, അതൊരു നിബന്ധനയാണ്. ഹലാലായ യാത്രക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത്, അതിന് മാത്രമാണ് ഉത്തരം ലഭിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വന്തമായ ശരീരത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക്, കുടുംബാദികൾക്ക്, നാട്ടിന് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുക.
അതോടുകൂടെ മറ്റ് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, യാത്രയിൽ ഏത് സമയത്തും ശുദ്ധി ഉണ്ടാവാൻ ശ്രമിക്കുക. അതായത് ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്നീ രണ്ട് ശുദ്ധിയിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. നാം ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ ഉളു ചെയ്യുക. അത് നല്ലതാണ് സാധിക്കുന്ന ആളുകൾക്ക്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഉളു നിലനിർത്താൻ കഴിയുകയില്ല. ഗ്യാസ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് കഴിയുകയില്ല. കഴിയാവുന്ന ആളുകൾക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ ഉറങ്ങുന്ന സമയത്തും അല്ലാത്ത ഏത് സമയത്തും ഉളു ഉണ്ടാവുക എന്നുള്ളത് ഷഹീദായി മരിക്കാൻ സഹായകരമാവുന്ന കാര്യമാകുന്നു. ആഖിറത്തിലുള്ള ഷഹാദത്തിന്റെ പ്രതിഫലം, ആഖിറത്തിലുള്ള ഷഹാദത്ത് ഖബറിൽ വെച്ചുകൊണ്ട് മലായിക്കത്തിന്റെ ചോദ്യങ്ങളോ മറ്റു അദാബുകളൊന്നും സംഭവിക്കുകയില്ല. അത്രയും വലിയ മഹത്വമുള്ളതായ ഒരു കാര്യമാണ്. ഏതു സമയത്തും സൂക്ഷിക്കുക അല സ്വലാത്തി, നിസ്കാരത്തിന്റെ മേലിലും. യാത്രയിൽ ഒരു കാരണവശാലും നിസ്കാരം കളാവാൻ പറ്റുകയില്ല. ഫീ ഔഖാത്തിഹൽ മശ്റൂഅത്തി, അതിന്റെ ശറാക്കപ്പെട്ടതായ സമയങ്ങളിൽ തന്നെ ആ കാര്യം നിർവഹിച്ചിരിക്കുക. നിസ്കാരത്തിന്റെ വഖത്തിൽ തന്നെ നിർവഹിക്കണം. ദീർഘമായിരിക്കുന്ന യാത്രയായതുകൊണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കുറെ സൗകര്യങ്ങളെല്ലാം അതിലുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. 4 റക്അത്തുള്ള നിസ്കാരം അതിന്റെ പകുതി നിസ്കരിക്കുക. അതിന് ശറയിൽ ജംഉ ഖസ്ർ എന്ന് പറയും. ജമ്മാക്കി നിസ്കരിക്കുക, ഖസ്റാക്കി നിസ്കരിക്കുക എന്നീ 2 അനുകൂലങ്ങൾ യാത്രയിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതാകുന്നു. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ടാണ് യാത്രയിൽ ഇത്രയും വലിയ സൗകര്യങ്ങളെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. വലഹു അൻ യഖ്സുറ വയജ്മഅ വലഹു തർക്കുൽ ജംഇ, ഖസ്റാക്കുകയും ചെയ്യുക, ജമ്മാക്കുകയും ചെയ്യുക. ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് 2 നിസ്കാരം നിർവഹിക്കുക. ളുഹുർ നിസ്കാരം നിർവഹിക്കേണ്ട സമയത്ത് ളുഹുറും അസറും കൂടി നിർവഹിക്കുക. അതിന് ജമ്മാക്കുക എന്ന് പറയും. ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ ഖസ്റിന്റെ അർത്ഥം എന്താ? ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ കുറക്കുക, ചുരുക്കുക എന്നൊക്കെ പറയും. മൊത്തം അതിന്റെ അർത്ഥം ചുരുക്കുക, കുറക്കുക എന്നൊക്കെ. അതേ സമയത്ത് നിസ്കാരം ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നമസ്കാരം 2 ആക്കുക. നിരുപാധികമായി ചുരുക്കലല്ല. അങ്ങനെ ആകുമ്പോൾ മഗ്രിബ് അതുപോലെ സുബ്ഹിനെല്ലാം അത് ബാധിക്കും. അപ്പൊ നിസ്കാരത്തിൽ 4 ഉള്ളതിന് 2 ആക്കി ചുരുക്കുക. അത് എത്ര നിസ്കാരത്തിനാ ബാധിക്കുക? 3 നിസ്കാരത്തിന്. ഏതൊക്കെ നിസ്കാരങ്ങള്? ളുഹർ, അസർ എന്നീ 3 നമസ്കാരങ്ങളാണ്. അപ്പൊ 4 റക്അത്തുള്ളതായിരിക്കുന്ന നിസ്കാരം അത് 2 ആക്കി ചുരുക്കുക എന്നുള്ളതും യാത്രയിൽ അനുവദിക്കപ്പെട്ടതാകുന്നു. അതിന് ചില പ്രത്യേകമായ നിബന്ധനയുണ്ട്. ഒന്ന്, ഹലാലായിരിക്കുന്ന മുസാഫിർ ചുരുങ്ങിയത് 132 കിലോമീറ്റർ യാത്രക്കാരനാവുക. ഹലാലായിരിക്കുന്ന യാത്രയുണ്ടാവുക. 132ഓളം വരുന്ന കിലോമീറ്ററുകൾ യാത്ര ചെയ്യിക്കുക. ലക്ഷ്യം കൂടാതെ യാത്ര പോകുന്ന ആളല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ഉദ്ദേശത്തോടുകൂടെ പുറപ്പെടുന്ന ആള്. ലോകത്ത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് നാട് വിട്ടിട്ട് ചില പരിഭ്രമിച്ചുകൊണ്ടൊക്കെ ചില ആളുകൾ ഇങ്ങനെ നടക്കും. ഇന്ന സ്ഥലത്ത് എത്തിയോടത്ത് എന്നുള്ള ലക്ഷ്യമുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ഖസ്റും ജംഉം ജായിസല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടാവും. ഇവിടുന്ന് ഇപ്പോൾ പോകുന്നത് നാം ദുബായിലേക്കാണ് പോകുന്നത്, അതല്ലെങ്കിൽ റാസൽ ഖൈമയിലേക്കാണ് പോകുന്നത്, അതല്ല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനാണ് പോകുന്നത്. എന്നാൽ അതൊരു ലക്ഷ്യമാണ്. അങ്ങനെ പോകുന്നതായ മുസാഫിറിന് 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയത്ത് 2 നിസ്കാരം നിർവഹിക്കാം. ജമ്മാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് 2 എണ്ണം നിസ്കരിക്കാം. അത് എത്ര നിസ്കാരങ്ങൾക്കാ പറ്റുക? ളുഹറിനെ അസറിലേക്ക് പിന്തിക്കാം. അസറിനെ ളുഹറിന്റെ സമയത്തേക്ക് ഇങ്ങോട്ട് മുന്തിച്ച് നിസ്കരിക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് എന്ത് ചെയ്തു? അസറിനെ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുമ്പോൾ അതിന് തഖ്ദീമിന്റെ ജംഉ എന്ന് പറയും. അതായത് മുന്തിച്ച് ജമ്മാക്കുക. അതേ സമയത്ത് ളുഹർ അസറിലേക്ക് അങ്ങോട്ട് പിന്തിച്ചാലോ അതിന് തഅഖീറിന്റെ ജംഉ എന്ന് പറയും. മഗ്രിബ് നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് ഇശാഇനെ അങ്ങോട്ട് കൂട്ടി നിസ്കരിച്ചാൽ അതിന് തഖ്ദീമിന്റെ ജമ്മാക്കി. ഇശായിലേക്ക് അങ്ങോട്ട് പിന്തിച്ചാൽ തഅഖീറിന്റെ ജമ്മാക്കി. സുബ്ഹിനെ ഇശായിലേക്ക് ഇങ്ങോട്ട് പൊന്തിക്കുകയോ അതല്ലെങ്കിൽ ഇശാഇനെ സുബ്ഹിന്റെ വക്തിലേക്ക്, അതെ ളുഹറിലേക്ക് എവിടെ ജമ്മാക്ക? ളുഹറിന് നമ്മൾ എവിടുക്കാപ്പ ജമ്മ ചേർക്കേണ്ടത്? ളുഹറിലേക്ക് പിന്തിച്ചിട്ട് ചേർക്കുകയാണോ വേണ്ടത്? അതല്ല സുബ്ഹിനെ ഇങ്ങോട്ട് ഇശാന്റെ വക്തിലേക്ക് ഇങ്ങോട്ട് മുന്തിച്ച് ജമ്മാക്കാ വേണ്ടത്? അതിൽ ജമ്മില്ല. അപ്പൊ എത്ര നിസ്കാരത്തിലുള്ളത്?
4 നിസ്കാരത്തിലാണ് ജമ്മാക്കലുള്ളത്. കസ്റാക്കലോ? കസ്റാക്ക എന്നുള്ളത് 3 നിസ്കാരത്തിൽ. ളുഹുർ അസ്ർ ഇശായിലെ കസ്റും ബാക്കി സുബ്ഹി വെച്ചുള്ളതായിരിക്കുന്ന 2-4 നിസ്കാരങ്ങളിൽ ജമ്മും കസ്റും ജമ്മാക്കൽ ജായിസാണ്. തേഹിയുടെ ജമ്മാവാം, അതല്ലെങ്കിൽ തഖ്ദീമിന്റെ ജമ്മുവാവാം. ഹലാലായിരിക്കുന്ന യാത്രക്കാരനാണ് അനുവദിക്കുന്നത്. യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് 132ഓളം വരുന്ന കിലോമീറ്റർ യാത്ര ഉണ്ടാവേണ്ടതാകുന്നു. 2 മർഹല എന്ന് പറയും. അതിൽ കൂടുതലായിട്ട് യാത്ര ചെയ്യേണ്ടതായ ആളുകളാണെങ്കിൽ ഇതിപ്പോ ജായിസാണ്, വേണമെങ്കിൽ ചെയ്യാം, അനുവദനീയമാകുന്നു. അതേ സമയത്ത് അത് ഈ 2 മർഹല എന്ന് പറയുന്ന 132ലും കൂടുതലായിരിക്കുന്ന ഏകദേശം ഒരു 3 മർഹലയും കൂടി അതിലേക്ക് കൂടിയാൽ 132ന്റെ നേർപകുതി എത്ര? 66 അല്ലേ? 66 കിലോമീറ്ററും കൂടിയും കൂടിയാൽ എത്ര ഉണ്ടാവും? 132ലേക്ക് 198 അല്ലേ? അത്ര കിലോമീറ്റർ യാത്ര ചെയ്താൽ 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി നിസ്കരിക്കൽ നിർബന്ധമാകുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, 3 മർഹല യാത്ര ചെയ്താൽ 2 ആക്കി നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. 4 2 ആക്കി കൊള്ളണം, എന്നാലേ ഇത് പറ്റുകയുള്ളൂ, അതല്ലെങ്കിൽ സഹിയാവുകയില്ല. മഹാനായിരിക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, 132നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പ്രബലമായ സുന്നത്താകുന്നു. അതായത് കസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. പൂർത്തിയാക്കി നിസ്കരിക്കൽ കറാഹത്ത് പോലും ഉണ്ട് എന്നത് എനിക്ക് അഭിപ്രായം. അത്ര നല്ലതല്ല. അപ്പൊ ളുഹുർ 2 ആക്കുക, അസ്ർ 2 ആക്കുക. ആരോഗ്യപരമായിട്ടും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ് 4 ആക്കാൻ. പക്ഷേ അതല്ല നമുക്ക് നല്ലത്. നമുക്ക് 4 2 ആക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം 4 2 ആക്കിയാലേ സഹിയാവുകയുള്ളൂ. എന്നാ 3 മർഹല യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ജമ്മാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അത് ഹജ്ജിന്റെ വേളയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ശാഫി മദ്ഹബ് പ്രകാരം ജമ്മു ജായിസാകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഖസ്റും ജായിസാകുന്നതാണ്. അപ്പൊ ഹലാലായിരിക്കുന്ന യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹജ്ജിന് പോകുന്ന ആളുകള്, ഹലാലായ ഒരു തൊഴിൽ തേടിയിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകള്, കുടുംബാദികളെ കാണുവാനും നാട് കാണാനും സന്തോഷിക്കാനൊക്കെ അങ്ങോട്ട് പോകുന്ന ആളുകള്, അതുപോലെ തന്നെയാണ് പല സിയാറത്തുകൾക്ക് വേണ്ടി ഹലാലായ കച്ചവടങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകള്, ഇതൊക്കെ ഹലാലായ മുസാഫിർ എന്ന് അവരെ കുറിച്ച് പറയുക. യാത്രക്കാരന് യാതൊരു കുഴപ്പമില്ല, ഇതൊക്കെ അവനക്ക് അനുവദനീയാണ്. ഇത്രയും വലിയ അനുകൂലങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തതിന്റെ ഉദ്ദേശം മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു നിർബന്ധമായ കടപ്പാടാണ്. എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുക 5 സമയത്തിലായിട്ട്. ഈ പരിപൂർണമായിരിക്കുന്ന അമൽ നിർവഹിച്ചാലേ അവൻ ഇസ്ലാമാവുകയുള്ളൂ, മൂമിനാവുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു? പിന്തിക്കാനോ മുന്തിക്കാനോ യാത്ര എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ വലിയ മശക്കത്താണ്. അത് നൗമിനൽ അദാബാണ്. അതുകൊണ്ട് ചിലപ്പം വെള്ളം കിട്ടാതെ വരും, ചിലപ്പോൾ വാഹന സൗകര്യങ്ങൾക്ക് വേണ്ടി നമസ്കാരം കളായി പോവും. അത് കള ആവരുത്. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതിനെ അങ്ങോട്ട് മുന്തിക്കാം, അതുപോലെ മുമ്പുള്ളതിനെ അങ്ങോട്ട് പിന്തിക്കുകയും ചെയ്യാം. അത് യാത്രയുടെ സൗകര്യം അനുസരിച്ചെല്ലാം നമുക്കത് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു നിബന്ധനയുണ്ട്. അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരനെ ഇത് പറ്റുകയുള്ളൂ. അപ്പോ ഒരു അനുമതി വാങ്ങേണ്ടതായിരിക്കുന്ന ഒരാളുടെ അനുവാദം കൂടാതെ പോകുന്ന ആള്, നമ്മൾ പറഞ്ഞു ഹജ്ജിന് പോകുന്ന സമയത്ത് മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കുക, ഒരു അനുമതി തേടൽ സുന്നത്താണ്. വാജിബായിരിക്കുന്ന ഹജ്ജാകുമ്പോൾ സമ്മതം തന്നില്ലെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ യാത്ര ഹലാലായ യാത്രയാണ്. ആ സമയത്ത് നമുക്കിതെല്ലാം ജായിസാ. ഒരു ഭാര്യ ഹജ്ജിന് പോകുമ്പോൾ ഭർത്താവിന്റെ അനുമതി ആവശ്യമാണ്. നിർബന്ധമായ ഹജ്ജിന് ഭർത്താവ് അനുമതി കൊടുത്തില്ലെങ്കിലും ഭാര്യയ്ക്ക് പോവാം, അതിന്റെ നിയമാനുസൃതമാണെങ്കിൽ. കൂട്ടത്തിൽ അവളുടെ മഹാരബിൽപ്പെട്ടതായ ആളുകളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ സ്ത്രീകളുണ്ടെങ്കിൽ ഭർത്താവ് തടഞ്ഞു വെച്ചാലും അവൾക്ക് നിർബന്ധമായ കർമ്മത്തിന് പോവാം. അപ്പോൾ അത് ഹലാലായ യാത്ര തന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് സുന്നത്തായ ഒരു ഹജ്ജിന് വേണ്ടിയാണോ മക്കള് മാതാപിതാക്കൾ അനുമതി കൂടാതെ പോകുന്നതെങ്കിൽ ഹജ്ജ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പോകുന്ന സ്ഥലവും മഹത്വമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവരുടെ അനുമതി കൂടാതെ പോയത് കൊണ്ട് ആ യാത്രക്ക് ഹലാലായ യാത്ര എന്ന് പറയുകയില്ല. അതുകൊണ്ട് അവനക്ക് ഇതുപോലെയുള്ള അനുകൂലങ്ങളൊന്നും അവനക്കില്ല. നിസ്കാരം നാട്ടിലുള്ളത് പോലെ തന്നെ എല്ലാ സമയത്തും അതിന് നിസ്കരിക്കണം. 4 റക്അത്തുള്ളത് 4 ആക്കണം. ജമ്മും ഖസ്റൊന്നും അവനക്ക് ജായിസല്ല.
അതുപോലെ തന്നെയാണ് ഒരു കടക്കാരൻ. നമുക്കൊരുപാട് കടം കൊടുക്കാനുള്ളതായിരിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ കടക്കാരാണ്, മറ്റുള്ളവർ മുതലാളിക്ക് പൈസ കൊടുക്കാണ്ട്. അതിന് ടൈം ആയതിന്റെ ശേഷമാണോ നാം ഇവിടുന്ന് പുറപ്പെടുന്നതെങ്കിൽ നാം പോകുന്ന ജനുവരി 29-ാം തീയതി പോകുമ്പോൾ തിരിച്ചു വരുന്നതിന്റെ ഉള്ളിലായി ഇതിന്റെ അവധിയാകും. അടുത്ത മാസം 25-ാം തീയതിന്റെ ഉള്ളിലായി ഇതിന് ടൈം ആകുമെന്ന് കണ്ടാൽ ആ കടക്കാരന്റെ അനുമതി കൂടാതെ കണ്ട് 2 മറഹല വിട്ടുകിടക്കുന്നൊരു യാത്ര ചെയ്യാന്നുള്ളത് ഹറാമാണ്, കുറ്റകരമാകുന്നു. അത് ഹജ്ജിന് പോകുന്നതെന്ന് വെച്ചുള്ളികൾ അത് ഹറാമാണ്, അവന് അനുമതി വേണം. അത് ഫർളായ ഹജ്ജാണെങ്കിലും സുന്നത്ത് ഹജ്ജാണെങ്കിലും അത് അങ്ങനെ തന്നെ ആദമീന്റെ കടപ്പാടുകളായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അപ്പൊ അവൻ അനുവദിച്ചില്ല. ഈ കടക്കാരൻ പറഞ്ഞു, എന്റെ പൈസ തരാതെ പോകാൻ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല. അതല്ല, ഇനി വരുന്നതിന്റെ ഉള്ളിലായിട്ട് അവധിയാകുമ്പോൾ തരാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കാര്യബോധമുള്ള ഒരാളെ എനിക്ക് ഏർപ്പാട് ചെയ്തു തരണം, ഒരു ജാമ്യക്കാരൻ വേണം, എന്നാലേ പറ്റുകയുള്ളൂ. അതൊന്നും സമ്മതിക്കാതെ ഇവൻ ഒളിച്ചു ചാടിപ്പോയാൽ അവന്റെ യാത്ര അത് ഹലാലായിരിക്കുന്ന യാത്രയല്ല. ആ യാത്രയിൽ വെച്ച് അവനക്ക് കസ്ർ ജമ്മ് പോലെയുള്ളതായ കാര്യങ്ങളൊന്നും അവനക്ക് അനുവദിക്കുകയില്ല. അതേ സമയത്ത് ഇവൻ അടുത്ത ഫെബ്രുവരി 23-ാം തീയതി കഴിഞ്ഞതിന്റെ ശേഷം വന്ന് 25-ാം തീയതി 30-ാം തീയതി ഫെബ്രുവരി 30-ാം തീയതിയാണ് കടക്കാരന്റെ സമയമാകുന്നതെങ്കിൽ ആ കടക്കാരനോട് പറഞ്ഞു പോലെ സുന്നത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയാൽ അവന്റെ യാത്ര അത് ഹലാലായ യാത്രയാണ്, ഒരു കുഴപ്പവുമില്ല. ഒരുപാട് കടം കൊടുക്കാനുള്ള ഒരാളാണ്, പക്ഷെ ഇവൻ എത്തിയതിന്റെ ശേഷം അവധിയാവുന്നത്. എന്നാൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പോവുകയാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന ഡേറ്റിന് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് എന്ന് അയാളോട് പറയൽ സുന്നത്തുണ്ട്. ആ സുന്നത്ത് പാലിക്കാതെ പോയത് കൊണ്ട് യാത്രക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. അവധിയായ കടമാണെങ്കിലോ അനുമതി കൂടാതെ പോകാനും പാടുള്ളതല്ല. അതല്ലെങ്കിൽ അയാളും കൂടി സമ്മതിക്കുന്ന വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു ജാമ്യക്കാരനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അവന്റെ യാത്ര ഒരിക്കലും തന്നെ പറ്റുകയില്ല. അതുപോലെ നിർബന്ധമായിരിക്കുന്ന ഹക്കടപാടുകൾ നാം ഉപേക്ഷിച്ചുകൊണ്ട് അവരെ വെട്ടിച്ച് ചാടിയിട്ട് പോകുന്ന യാത്രകളൊന്നും പറ്റുകയില്ല. നാട്ടിലേക്ക് യാത്ര പോവുകയാണ്, ഇവിടെ ഒരുപാട് കടകളൊക്കെ ബാക്കി വെച്ച് ഇത്രയും ആളുകൾ ചാടി രാത്രി സമയത്ത് കടകളൊക്കെ അടച്ച് നേരം പോലും നോക്കുമ്പോൾ എല്ലാം നാട്ടിലെത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ നന്ന് സുബൈക്കാണ് ഫോൺ വരുന്നത്. രാത്രി 1:30 ഫ്ലൈറ്റിന് പോയി ആള് നാട്ടിലെത്തി. സുബൈന്റെ മുമ്പ് അവിടെ എത്തിയിട്ട് ഫോൺ വന്ന് നാട്ടിലെത്തി. യാതൊരു വിവരവും ആരും അറിയില്ല. എന്താ ചാടിപ്പോയതാ? ചാടിയാൽ അങ്ങനെ തുള്ളി പോയി എന്നല്ലാതെ അതിന്റെ അർത്ഥം കട്ട് പൊളിച്ചു പോയതാ. ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഇവർ നിസ്കരിക്കുന്ന ആളുകളാണ്, മുസ്ലിമീങ്ങളാണ് എന്നുള്ള പേരിൽ ആണെങ്കിൽ തന്നെ ഇസ്ലാമികമായ അനുകൂലങ്ങളോ അള്ളാഹുവിന്റെ സഹായങ്ങളോ മലായിക്കത്തിന്റെ സംരക്ഷണങ്ങളൊന്നും അള്ളാഹു അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. വളരെ തീർച്ചയായ കാര്യമാണ്. എന്നും അവരുടെ ജീവിതത്തിൽ ശാപമാണ്, നാശമാണ്. ഓരോ പോയിന്റുകൾ എത്ര ഉയർന്നാലും ആന്തരികമായി ഒരു നഷ്ടത്തിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ സഹായമില്ല. ഹക്കടപാട് എത്രയും വലിയതാണ്. നമ്മൾ പറഞ്ഞുവല്ലോ, ഒരാൾക്ക് ഹക്കടപാടുണ്ടെങ്കിൽ സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകൾ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും പാടുള്ളതല്ല. അത്ര വലിയ ഗൗരവമുള്ള സംഗതിയാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഗൾഫ് നാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പലരും വലിയ ബിസിനസ്സുകാരുണ്ടാവാം, വലിയ ജോലിക്കാരുണ്ടാവാം. വലിയ ജോലിക്കാരായതോടുകൂടെ തന്നെ അവരുടെ കാര്യങ്ങൾ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോൾ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാവാം. ഇവിടുന്ന് കിട്ടാനുള്ളതൊന്നും സർവീസ് മണി മുഴുവൻ കിട്ടിയാലും കടം വീടിയിട്ട് പോകാൻ സാധ്യമല്ല, ഒളിച്ചു പോണ്ടി വരും. അത്ര ഗതികേടിൽ ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. നല്ല ശമ്പളക്കാരാണ്, പക്ഷെ ബർക്കത്തില്ല. എന്തെങ്കിലും കാരണങ്ങൾ ശരിയായിട്ട് അതിൽ മോശമായ കാരണങ്ങൾ കലർന്നത് കൊണ്ട് ബർക്കത്തില്ല. എല്ലായിടങ്ങളിലും കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളുമാണ്. വീട്ടിൽ യാതൊരു നിരക്കുള്ള നൃക്കതിയും അവിടെ ഇല്ല. പ്രവർത്തനത്തിൽ യാതൊരു നിരക്കുള്ള നികപ്പും കാണാനില്ല. ഇത്ര പാവങ്ങൾ വലതും കാണാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ പോകേണ്ട ഗതികളൊക്കെ വരുത്തി വെച്ച് പോവുകയാണെങ്കിൽ ഇസ്ലാമികമായിട്ട് ഇവിടെയുമില്ല, നാട്ടിലുമില്ല, എവിടെയും യാതൊരു സംരക്ഷണവും ഉണ്ടാവുകയില്ല. അവന്റെ ദുനിയാവും ആഖിറത്തും പാഴായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഇങ്ങനെയുള്ള നിസ്കാരത്തിലുള്ള ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടെ പറയാനുള്ളത്. ശറാക്കപ്പെട്ടതായ അള്ളാഹുവിന്റെ കൽപ്പനയുള്ള സമയങ്ങൾ നിസ്കാരം എന്നുള്ളത് നമ്മളല്ല അതിന് സമയം നിശ്ചയിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിനെ അവൻ ആക്കിയിരിക്കുന്നത് അതിന് പ്രത്യേകമായ സമയം നിർണയിക്കപ്പെട്ടതായ ഫർളായിട്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേക സമയങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മളല്ല നിശ്ചയിക്കുക. നമ്മളെപ്പോഴെങ്കിലും ഒന്നൊന്ന് കുത്തിമറിഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അള്ളാഹുവിന് നമ്മുടെ നിസ്കാരത്തിന്റെ യാതൊരു നിലക്കുള്ള ആവശ്യവും അള്ളാഹു കാത്തിരിക്കുന്നില്ല. നമ്മളെല്ലാവരും കൂടി ലോകത്തെല്ലാം കൂടി സംഘടിച്ചിട്ട് ആരും ഒരു സുജൂദ് പോലെ ഞങ്ങൾ ചെയ്യുകയില്ല. അള്ളാഹ് എന്താ കാട്ടുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നെല്ലാവരും കൂടി അങ്ങോട്ട് സംഘടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു നിരാഹാരം എടുത്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു നിലക്കുള്ള കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ അധികാര പരിധിയിൽ ഒരു കുറവും സംഭവിക്കാനില്ല.
ഈ ലോകം മുഴുവനും എന്ത് ചെയ്ത് വഴിപ്പെട്ടിട്ട് നമ്മൾ അള്ളാഹ്ക്ക് നിസ്കരിക്കണം, നോമ്പ് നോക്കണം, നമ്മൾ നന്നായി നടക്കണം. അള്ളാഹുവിന്റെ വെള്ളവും വായുവാണെന്നാ ഉപയോഗിക്കുന്നത്, അവന്റെ ആരോഗ്യമാണെന്നാ ഉപയോഗിക്കുന്നത് എന്നൊക്കെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അവർ വഴിപ്പെട്ടാലോ, എന്നാൽ അവന്റെ അധികാരത്തിൽ വല്ലതും കൂടുമോ? ഒന്നും കുറയില്ല. ലാ യസീദു ഫീ മുൽക്കി ശൈ, അവന്റെ അധികാരത്തിലൊന്നും തന്നെ കയറുകയുമില്ല. അപ്പൊ അതുകൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് വേണ്ടിയാണ്. പക്ഷേ അതിന്റെ ടൈമുകളൊക്കെ നിർണയിച്ചു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മേറാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമായി. റജബ് മാസം ഒരു 27-ാമത്തെ രാത്രിയിൽ മേറാജിന്റെ രാത്രി നിസ്കാരം നിർബന്ധമായി. ആ നിസ്കാരം സുബ്ഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? വീട്ടിൽ തിരിച്ചെത്തി. ഒരുപാട് സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചു, അത്ഭുതകരമായ പലതും കണ്ടു, നരകവും സ്വർഗവും എല്ലാം സന്ദർശിച്ചു. അതിലുള്ള അത്ഭുതങ്ങളും അതിൽ വരാനിരിക്കുന്ന ഒരുപാട് നിലക്കുള്ള ആശ്ചര്യങ്ങളെല്ലാം അനുഭവിച്ച് തിരിച്ചു വന്നു. സുബഹിന്റെ മുമ്പ് എത്തിയത് കൊണ്ട് ഫർളായ ഒരു നിസ്കാരമാണെങ്കിൽ സുബഹി ഫർളായി നിസ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ നബി തങ്ങൾ നിസ്കരിച്ചില്ല. സുബഹിന്റെ മുമ്പ് എത്തിയാൽ പിന്നെന്താ, ഒരു ഫർളായ അമലോട് നിസ്കരിക്കണമല്ലോ. നബി തങ്ങൾ നിസ്കരിച്ചില്ല. കാരണം നിസ്കാരം ഫർളാണ് എന്നുള്ള ഒരു കൽപ്പന കേട്ടു. എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതായ അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപങ്ങള് ആ സമയത്ത് പഠിപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല. സുബഹി നമസ്കാരത്തിന്റെ ശേഷം അഥവാ സുബഹിന്റെ ടൈം കഴിഞ്ഞു, ളുഹറിന്റെ സമയം അടുത്തപ്പോൾ ബഹുമാനപ്പെട്ട നസലുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് നബി തങ്ങളെ കൊണ്ടുപോയി പരിശുദ്ധമായ കഅബത്തിന്റെ അരികിൽ കൊണ്ടുപോയി, കഅബത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കഅബത്തിന്റെ വാതിലിലേക്ക് ഒരാൾ തിരിഞ്ഞു നിന്നാൽ, നേരെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ അയാളുടെ വലഭാഗത്ത് പരിശുദ്ധമായ കഅബത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാമ്പ് വഴി എന്നൊക്കെ പറയും, ഷാദുബാന് എന്ന് പറയുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ചെറിയൊരു ചുമര്, അടിഭാഗത്ത് തറയോട് ചേർന്ന് കിടക്കുന്ന അതിൽ ചില മഞ്ഞ കളറുള്ളതായിരിക്കുന്ന കുറച്ച് ഇഷ്ടിക പതിച്ചിരിക്കുന്നു. ആ സ്ഥലം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അവിടെ വന്നു നിന്നു, ഇമാമായിട്ട് നിസ്കരിച്ചു. നബി തങ്ങളോട് പറഞ്ഞു നിസ്കരിക്കാൻ ജിബ്രീൽ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാൻ വേണ്ടി അതിന് മുമ്പ് ചെയ്യേണ്ട പ്രാഥമിക നിർബന്ധമായ ക്രിയകളൊക്കെ നിർവഹിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ നിസ്കാരങ്ങൾ പഠിപ്പിച്ചു. ളുഹർ നിസ്കാരം കാണിച്ചു കൊടുത്തു. ലഹറ ളുഹൂർ എന്നൊക്കെ പറഞ്ഞ ഇവിടെ വെളിവാകുക എന്ന അതിന്റെ അർത്ഥം. അപ്പൊ ആദ്യമായി ലോകത്ത് ആരാധന കർമ്മങ്ങളെ കൊണ്ട് വെളിവാക്കപ്പെട്ട ഒരു പരിശുദ്ധമായ കർമ്മം നിസ്കാരം. അങ്ങനെ രണ്ടാമത്തെ സമയമാവുന്ന അസറും നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ഇശാവും നിസ്കരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ സുബഹി നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അതിന്റെ പിറ്റേ ദിവസവും നിസ്കാരം കാണിച്ചു കൊടുത്തു. അപ്പോ അന്ന് ളുഹർ നിസ്കരിച്ചത് തലേ ദിവസം നിസ്കരിച്ച സമയത്തേക്കാണ് കുറച്ചുകൂടി ബിന്ദിച്ചിട്ടാണ് നിസ്കരിച്ചത്. 1 മണിക്കൂറും കൂടി വൈകിട്ട് നിസ്കരിച്ചു. അസർ നമസ്കാരവും കുറച്ചും കൂടി വൈകി നിസ്കരിച്ചു. മഗ്രിബ് ഉടനെ നിസ്കരിച്ചു. ഇശ കുറേയും കൂടി ബിന്ദിച്ച് നിസ്കരിച്ചു. സുബഹിയും വളരെ വൈകാതെ നിസ്കരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഹാക്കദാ അസ്വലാഹ്, ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ. മാ ബൈന ഹാദൈനിൽ വഖതൈനി, ഞാൻ 2 ദിവസം നിസ്കരിച്ചത് അഥവാ പിന്തിക്കുകയാണ് ഇതുവരേക്കും നിങ്ങൾക്ക് പിന്തിക്കാം. പിന്തിക്കേണ്ട നിസ്കാരം ഇന്നതൊക്കെയാണ്. ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖത്ത് കാണിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അള്ളാഹു അതിന്റെ സമയങ്ങളൊക്കെ നിർണയിച്ച് കാണിച്ചു. ആരുടെ മേലിൽ? മുഅ്മിനീങ്ങൾക്ക്. മുനാഫിക്കിന് സമയമില്ല. മുനാഫിക്ക് നിസ്കരിക്കും. വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയാണ് വഇദാ ഖാമൂ, അവർ നിന്നാൽ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഖാമൂ കുസാല, അവർ കുസാലായിട്ട് നിൽക്കുന്നു. നല്ല കുസാലാണ് എന്ന് പറഞ്ഞാൽ പല ഓർമ്മകളും പല ചിന്തകളും പല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ വളരെ സൗകര്യമായി നടത്തും. ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ കൊടുത്തത് എഴുതി വെക്കാൻ മറന്നതൊക്കെ ഓർമ്മയായി, കിട്ടാനുള്ളതൊക്കെ ഓർമ്മയായി, എന്തെല്ലാം പരിപാടികളൊക്കെയാണ് ഇനി ആസൂത്രണം ചെയ്യേണ്ടത്, എന്താണ് നാളത്തെ തീരുമാനം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്ത് പരിപാടിയിലേക്കാ തിരിയേണ്ടതൊക്കെ അവ്യക്തമായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. അപ്പൊ നല്ല കുശാലാണല്ലോ. ഒരു വകുപ്പിൽ പറഞ്ഞ മറ്റൊരു വകുപ്പ് പ്രകാരം മുതസാഖിലീന ബിഹാ, അതൊരു വലിയ ഭാരമുള്ളതായ ഒരു അമലിലാണ് പ്രവേശിച്ചത്. ഇത് കഴിഞ്ഞു കിട്ടിയാൽ മതി, മറ്റെന്തിലേക്കും പ്രവേശിക്കാമായിരുന്നു, വലിയ പാടായി. ചില ആളുകളൊക്കെ പറയാറില്ലേ നിസ്കരിക്കുമ്പോൾ ചെറിയ സൂറത്ത് ഓതണം, വലിയ സൂറത്ത് ഒന്നും ഓതരുത്. വലിയ സൂറത്ത് ഓതാത്ത ഒരാളായി പോയി പറയുന്നത്. വലിയ സൂറത്ത് ഓതേണ്ട ചില നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ളുഹ്ർ സുബ്ഹി പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ വലിയ സൂറത്തുകൾ ഓതണമെന്നാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു. അൽ ബഖറ സൂറത്തൊക്കെ ഓതി നിസ്കരിച്ചിരുന്നു. അൽ ബഖറ സൂറത്ത് ഏകദേശം 2.5 ജുസ്, അതായത് ഒരു 1.5 മണിക്കൂർ കഷ്ടി വരും. ഇതൊക്കെ ഓതി നിസ്കരിച്ച എന്തായിരിക്കും അതിന്റെ ഹാല്? അതേ സമയത്ത് റമളാൻ ഷരീഫിലൊക്കെ കുറെ ആളുകളൊക്കെ കൂടുതൽ ഓതാറുണ്ട്. മക്കയിലും മദീനയിലൊക്കെ
വളരെ ദീർഘമായിട്ട്. തറാവീഹ് നിസ്കാരം ഏകദേശം ഒരു 1.5 മണിക്കൂർ. പിന്നെ അതിന്റെ ശേഷം ഒരു ഖിയാമുൽ ലൈൽ നിസ്കാരമുണ്ട് ആഖിറത്തിൽ. അത് ഒരു 2 മണിക്കൂർ സമയം പിടിക്കും. ഒരു 13 റക്അത്ത് നിസ്കാരം. നിങ്ങൾ വിചാരിക്കുക ആരപ്പത്തിന് കിട്ടുന്നതിന് കാണാൻ കിട്ടുന്നുണ്ടോ? ജനങ്ങൾക്ക് ഇപ്പോഴും ബോധവാനായിട്ടില്ലേ? സുജൂദ് ചെയ്യാൻ പോലും സ്ഥലം കിട്ടുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അത്ര വലിയ ദിക്കും തിരക്കാ. അപ്പൊ മുനാഫിക്കീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതിന് സമയം അവർ തന്നെ കണ്ടുവച്ചിക്കാണ്. അതായത് ആ സമയം അങ്ങോട്ട് പോകുന്ന ലാസ്റ്റിൽ വന്നിട്ട് നബിതങ്ങൾ പറയാണ് ഖുറാബി, അവര് ഖുറാബിന്റെ നക്കർത്ത് പോലെയാണ് നിസ്കരിക്കുന്നത്. അതായത് കാക്ക ധാന്യങ്ങൾ കൊത്തും പോലെ അല്ലെങ്കിൽ കോഴി കൊത്തും പോലെയുള്ളതാണ് നിസ്കാരം. തുമഅനീനത്ത് എന്ന് പറയപ്പെടുന്ന ഒരു അമലുണ്ട് നിസ്കാരത്തിൽ. നിസ്കാരത്തിലൊരു അമലുണ്ട് തുമഅനീനത്ത്. നിസ്കാരത്തിന്റെ സുന്നത്താണോ അതല്ല അബ്ആൽ സുന്നത്താണോ ഹയ്യാത്ത് സുന്നത്താ തുമഅനീനത്ത് എന്ന് പറയുന്നത്? ഈ തുമഅനീനത്ത് എന്ന് പറയുന്നത് അതായത് അടങ്ങുക എന്നതാണ് അതിന്റെ അർത്ഥം. നിശ്ചലനം, ചലനം നിർത്തുക. അത് നിസ്കാരത്തിന്റെ സുന്നത്തിൽപ്പെട്ടതാണോ? സുന്നത്തായതോടുകൂടെ അബ്ആൽ സുന്നത്താണോ അതല്ല ഹയ്യാത്ത് സുന്നത്താണോ? എന്താ നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? പറയാനേ പറ്റില്ല. ഫർള് എത്രാമത്തെ ഫർളാണെന്ന് ഈ ബേക്കിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത് എത്രാമത്തെ ഫർളാണ്? എത്രാമത്തെ ഫർളായിട്ടാണ് ഇപ്പൊ ഇത് ഓർമ്മ വരുന്നത്? മൊത്തം എത്ര ഫർള് ഉണ്ടാവും ഒരു നിസ്കാരത്തിന് ശാഫി മദ്ഹബ് പ്രകാരം? 14 13? 14. അപ്പൊ 14 ഫർളാവുമ്പോ ഇത് ഫർളാണെങ്കിൽ ഏത് ഭാഗത്തായി ഫർള്? എത്രാമത്തെ ഫർളായിട്ടാ എണ്ണത്തിൽ വരാ? ഓർമ്മ ഓർമ്മ വരുന്നുണ്ടല്ലേ? നിങ്ങൾ തുമഅനീനത്ത് ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കുന്നത് ഫർളാ നിങ്ങൾ സംഭവിച്ചില്ലേ? അപ്പൊ തുമഅനീനത്ത് ഉണ്ടാവില്ല. അപ്പൊ എത്ര 9? അയാൾ 9 എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ സംഭവിച്ചാ? ഇതാണിപ്പോ അവസ്ഥ. നിങ്ങൾ പറയട്ടല്ലേ? ഏതായാലും ഫർളാണ്. അതിന്റെ ആ തർത്തീബ് പ്രകാരമുള്ള എണ്ണത്തിൽ 9ാമത്തെ ഫർളാവുന്നു. 9ാമത്തെ ഫർളാവുന്ന തുമഅനീനത്ത്. തുമഅനീനത്ത് അതിന് എണ്ണിയിട്ട് അങ്ങനെ കൂടുതൽ ഓരോ സ്ഥലത്തുള്ള തുമഅനീനത്തായിട്ട് ഫർള് കൂട്ടി എണ്ണിയവരുണ്ട്. ഏതായാലും ആവട്ടെ തുമഅനീനത്ത് എന്ന് പറയുന്ന ഒരു ഫർളുണ്ട് നിസ്കാരത്തിലെ. എവിടെയാണ് തുമഅനീനത്ത്? അത് ഖിയാമില്, അതുപോലെ റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദൈനി 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതുപോലെ ജുലൂസ് അതായത് ഖുഊദ് അത്തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, അതിൽ അടങ്ങുക. അടങ്ങുക എന്ന് പറഞ്ഞാൽ അനക്കല്ലാതാവാം. നിസ്കാരത്തിന് വേണ്ടിയുള്ള അനക്കം പെട്ടെന്ന് അടങ്ങുക. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ നിസ്കാരത്തിൽ അനങ്ങേണ്ടതായ ശരീരത്തിൽ അനങ്ങേണ്ട ഒരു ആവശ്യം. ആ നൃത്തത്തിൽ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ജലാലത്തിന്റെ ലഫ്ള് കൊണ്ട് തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലാണോ ഫർള് ചൊല്ലലാണോ ഫർള്? നിങ്ങളുടെ ഓർമ്മയിലുള്ളത് തക്ബീറത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ? ഇങ്ങനെ കെട്ടലാണോ ഫർള് അതല്ല ചൊല്ലലാണോ ഫർള്? അതല്ല 2 ഫർളില്ലേ? കെട്ടൽ ഫർളില്ലേ? അല്ലാഹു അക്ബർ കെട്ടൽ ഫർളില്ലേ? ആലോചിച്ച് പറഞ്ഞാൽ മതി ഇല്ലേ? ഒരാളങ്ങനെ പറഞ്ഞോണമെന്ന് ആയില്ല. ഒറ്റ സൗണ്ടിൽ എല്ലാവരും കൂടി ഇത് പറയുമ്പോൾ നല്ല ആവേശം ഉണ്ടാവും. കെട്ടല് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ജലാലത്തിന്റെ ലഫ്ള് കൊണ്ട് ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹറാമാക്കുന്ന തക്ബീർ എന്നാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക. എന്ത് ഹറാമാക്കി? ഈ കെട്ടുന്നതിന്റെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് ഒരുപാട് ഹലാലായ സംഗതി ഉണ്ടായിരുന്നു, അതെല്ലാം പാടില്ലാതെയായി. അതായത് നടക്കലും ഇരിക്കലും കൈ കൊണ്ട് പല പ്രാവശ്യം അനക്കലും ഇതൊക്കെ ജായിസായിരുന്നു. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, സംസാരിക്കുക, അതുപോലെ സ്ത്രീകളെ ഭാര്യനെ തൊട, അതുപോലെ അന്യ സ്ത്രീകളെ തൊട്ട് എന്ന് വെച്ചാൽ ഹറാമ് വന്നാൽ തന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമായി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? ഒരൊറ്റ നിർത്ത. അതേ സമയത്ത് ഈ കൈ ഇങ്ങനെ കെട്ടിയതിന്റെ ശേഷമായി ഒരാൾക്ക് ചൊറിച്ചിൽ വന്നു. എന്നാൽ അയാൾക്ക് ചൊറിയാമോ? ശരീരത്തിൽ മാന്തന്റെ ഒരു ആവശ്യം വന്നു. ഇത് പറയുമ്പോ എന്നാലും മിനിഞ്ഞാന്നത്തെ രസം പോലെ രസം കിട്ടുന്നില്ല എങ്കിലും ഒരു അമല് സഹിയാവാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര വട്ടം നമ്മൾ അയാൾക്ക് മാന്താൻ പറ്റുമോ? തല അങ്ങനെ ചൊറിഞ്ഞു, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിഞ്ഞു, 3 പ്രാവശ്യം അയാൾക്ക് ചൊറിയ അല്ലേ? അത് ശരി. 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ചൊറിഞ്ഞാൽ ബതലത്തു സലാത്തുഹു ഔ സലാത്തുഹാ,
അവന്റെതോ അവളുടെയോ നിസ്കാരം ബാത്തിലായി. മുത്തവാലിയായിരിക്കുന്ന അനക്കങ്ങള് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട എന്താ? ഇപ്പൊ ചൊറിയാൻ വേണ്ടി എന്ത് ചെയ്ത് കൈ ഇവിടുന്നിട്ട് അയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകൽ ഒന്നാകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകൽ ഒന്നാണ്, രണ്ടാമത് കൊണ്ടുപോകലോ അപ്പൊ മൂന്നായി. പിന്നെ ഇങ്ങോട്ട് രണ്ടാമത്തെ എടുക്കൽ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് 4 പ്രാവശ്യമായി. അപ്പോ ഇങ്ങോട്ട് കൊണ്ടുപോകലും 2ാം പ്രാവശ്യം ഇങ്ങോട്ട് എടുക്കലും പിന്നെ അവിടെ കൊണ്ടുപോകലും ഒരാൾ സംഭവിച്ചാൽ ഇവൻ നിസ്കാരം ബാത്തിലായി, ഇവൻ സംഗതി ഇവൻ അറിഞ്ഞില്ല. എത്രയോ ആളുകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലാണിതൊക്കെ. അതുപോലെ വസ്ത്രം അഴിച്ചെടുക്കുക, തൊപ്പി ശരിയാക്കുക, ഒമാനിക്കെട്ട് ശരിയാക്കുക, നല്ല ഒമാനിക്കെട്ട് ഇങ്ങനെ കെട്ടി വന്നിട്ട് അതൊന്നും കൂടി ഉണ്ട് ലെവലാക്കുക, ഇത്താൻ പറയാ തലകെട്ടൊക്കെ കേടുന്നുണ്ടോന്ന് ശരിയാക്കുക, നല്ല സമയമാണ് ഇപ്പോ. അപ്പൊ ഇമല് കൂടി ഇതുപോലെ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ പരിശുദ്ധമായ അമല് നമസ്കാരം എന്ന് പറയുന്നത് ഒരു മൂമിനാണ് എന്ന് വേർതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടതായ കർമ്മമാണ്. അതിന്റെ പുറമെ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ വയക്ഫുറു മുസ്തഹിലു തർക്കിഹാ, ഉപേക്ഷിച്ചാൽ ഹറാം കാഫിറല്ല, ഉപേക്ഷിക്കൽ ഹലാലാണെന്ന് മനസ്സിന്റെ ഉള്ളിൽ വരുമ്പോഴേക്കും ഇസ്ലാമിന്റെ അഡ്രസ് നഷ്ടപ്പെട്ടു പോയി. അവൻ അറിയാതെ അത്ര വലിയ ഗൗരവമുള്ള ഒരമല് നമ്മൾ അറിയാതെ പാഴായി പോവുകയാണ്, നമ്മൾ നിസ്കാരമില്ലാത്തവരായി പോകുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ കാക്ക കൊത്തും പോലെ അതിൽ കോഴി കൊത്തും പോലെയുള്ള നിസ്കാരങ്ങളുണ്ട്. അതായത് അവന്റെ അനക്കം അടങ്ങുന്നില്ല. സുജൂദിലായിട്ട് പോകുമ്പോഴേക്കും ഇങ്ങോട്ട് വരുന്നു. 2 സുജൂദിന്റെ ഉള്ള ഇരുത്തും അതാ ആ പോരുമ്പോൾ ഉണ്ടാകുന്ന അനക്കം തീരലാണ് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ ആ അനക്കത്തിന് മുമ്പ് 2ാമത്തതിലേക്കും പോവുകയാണ്. റുക്കുയിലേക്ക് പോകുമ്പോഴേക്കും തിരിച്ചു വരുന്നു. അതാകട്ടെ ഉയർന്നിട്ട് ഏറ്റുകാലി എന്ന് പറയപ്പെടുന്ന അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന അനക്കങ്ങൾ ഇങ്ങോട്ട് വന്ന് ശരിയായി ആ കിണപ്പുറത്ത് നിൽക്കുന്നതിന്റെ ഉടനെ സുജൂദിലേക്ക് പോകുന്നു. ഒരു കാരണവശാലും അവന്റെ നമസ്കാരം സഹിയല്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ് പ്രകാരം ഒരിക്കലും തന്നെ അവൻ നിസ്കരിച്ചവനാവുകയില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ മുനാഫിക്കങ്ങൾ നിസ്കരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. നിസ്കാരം എല്ലാ ജാതികൾക്കും നിസ്കാരമുണ്ട്. മുസ്ലിമീങ്ങളുടെ നിസ്കാരമാണ് നമ്മൾ ആ പറയുന്ന ഏത് നിസ്കാരം? ആ സമയത്തിൽ അതിന്റെ ക്രമമനുസരിച്ച് കൊണ്ടുള്ള നിസ്കാരം. മുശ്രിക്കീങ്ങൾക്ക് നിസ്കാരമുണ്ട്. ഒമാ കാന സലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ. അള്ളാഹു പറയാണ്, കഅബത്തിന്റെ പരിസരത്ത് കാഫിരീങ്ങളായ മുശ്രിക്കുകളും നിസ്കരിച്ചിരുന്നു. പക്ഷേ ആ നിസ്കാരത്തിന്റെ രൂപം മറ്റൊന്നായിരുന്നു. ചൂട വിളിക്കുക, ചെണ്ട മുട്ടുക, ശബ്ദകോലാഹലം ഉണ്ടാക്കുക, ഇതുപോലെയായിരുന്നു അവരുടെ ആരാധനകള്. വളരെ ഭക്തി നിർഭരമായി പരിശുദ്ധമായ കഅബ അവർ പ്രദക്ഷിണം ചെയ്തിരുന്നു. എങ്ങനെ? ഇസ്ലാമിന്റെ ആ ചൈതന്യം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ്, നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ മുമ്പിയായി ആണുങ്ങൾ മുഴുവനും പകല് സമയത്ത് നഗ്നരായിക്കൊണ്ട് ഒരു നൂലുബന്ധവും പോലില്ലാതെ കണ്ട് അഴിച്ചിട്ടുകൊണ്ട് കൂട്ടമായിട്ട് അവർ പ്രദക്ഷിണം നടത്തിയിരുന്നു. ഇത് വലിയൊരു കർമ്മമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അവർക്ക് ജാഹിലിയായ കാലത്തുള്ള ഒരു തരം കപടന്മാരുടെ കർമ്മമാണ്. രാത്രി സമയത്ത് സ്ത്രീകള് ഇതുപോലെ തന്നെയായിരുന്നു നഗ്നരായിക്കൊണ്ട് അതാ കൂട്ടമായി പരിശുദ്ധമായ കഅബത്തിന് ചുറ്റുഭാഗത്ത് സഞ്ചരിച്ചിരുന്നു. എന്നാൽ വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങൾ അങ്ങനെയല്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായിരിക്കുന്ന മലക്കവറുകളെ അയച്ചു കൊടുത്തു, കർമ്മങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എന്ന് നബി തങ്ങൾ പറഞ്ഞു, ഹാക്കദാ ഉസല്ലി സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഇതാ ഇപ്രകാരം നിസ്കരിച്ചു, അതുകൊണ്ട് സല്ലൂ നിങ്ങൾ നിസ്കരിക്കണം, കമാ റഅയ്തുമൂനി എന്ന് നിങ്ങൾ കണ്ടതുപോലെ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നതായിട്ട്. അതെങ്ങനെയായിരുന്നു അടക്കമുണ്ടായെന്നോ? അപ്പൊ നമുക്ക് അടക്കമുണ്ടാവണം. അതുകൊണ്ട് ആവശ്യമില്ലാത്തതായിരിക്കുന്ന അനക്കങ്ങൾ മൂക്കിൽ കൈയിട്ടിട്ടും കണ്ണിൽ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടും അവിടെ ഇവിടെയൊക്കെ മാന്തി തുണി ശരിയാക്കി എല്ലാം ഇങ്ങനെ അനങ്ങുന്ന അനക്കങ്ങൾ മുഴുവനും അത് ബാത്തിലാകുന്ന അനക്കമാണോ? ആ കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഫുഖഹാക്കൾ പറയാണ്, നിസ്കാരത്തിന്റെ അനക്കത്തോടുകൂടെ വേറെ 2 അനക്കം കൂടി ചേർന്നാൽ മതി എന്നും കൂടിയും പറയുന്നു. അപ്പൊ ഉദാഹരണം, നമ്മൾ എന്ത് ചെയ്തു? റുക്കുവിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ നമ്മൾ എന്തെന്ന് പറയാ? അല്ലാഹു അക്ബർ. റുക്കുവിൽ നിന്ന് ഇത്ദാലിലേക്ക് വരുമ്പോ സമീഅല്ലാഹു ലിമൻ ഹമിദ, സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ നമുക്ക് കൈ ഉയർത്തണം. നിസ്കാരത്തിൽ 4 സ്ഥലങ്ങളിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. 4 സ്ഥലത്ത് കൈ ഇങ്ങനെ ഉയർത്തുക. 4 സ്ഥലം. ഒന്നേതാ? തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ. 2ാമത്തെ സ്ഥലം അല്ല, ഇതിനോട് അടുത്തതിനോട് പറഞ്ഞു പോവുക. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. 1ാമത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു. 2ാമത് റുക്കുവിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി കൈ ഇങ്ങനെ കിട്ടിയ കൈ എന്തെങ്കിലും അയക്കുമ്പോ ഇതാ അല്ലാഹു അക്ബർ എന്ന് പോവുക. 2 സ്ഥലം. 3ാമത്തെ സ്ഥലം സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും. 4ാമത്തെ സ്ഥലം 4 റക്അത്തുള്ള നിസ്കാരം അല്ലെങ്കിൽ 3 റക്അത്തുള്ള നിസ്കാരം. ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നാൽ എന്ത് ചെയ്യാ? അല്ലാഹു അക്ബർ. അതോടുകൂടെ ഒന്നും കൂടി ഒരു മസാല ചെറുത് അതിന്റെ ഒരു ഇടയെ പോയിന്റ് മനസ്സിലാക്കാം. പിന്നെ 4 റക്അത്തുള്ള നിസ്കാരം, അതായത് ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് പോരാന്ന് പറയുമ്പോ ഈ കൈ ഇങ്ങനെ കെട്ടുന്ന അയാളുടെ ആദ്യത്തെ അത്തഹിയാത്താവുക. ഇയാളുടെ ആദ്യത്തെ വേറെ ഉള്ള ഇയാളെ ഓതാന്ന് പിന്നെ നിങ്ങൾ ചിന്തിക്കുക.
ഇപ്പോ മൂന്നാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടർന്നു. അതായത് ഇമാമിന്റെ 3 റക്അത്ത് കഴിഞ്ഞു 4ാമത്തെ റക്അത്തിൽ തുടർന്നു എന്ന് വെച്ചോ. 4ാമത്തെ റക്അത്തിൽ തുടരുമ്പോ ഇമാമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? അത്തഹിയ്യാത്ത്. നമുക്ക് എത്ര റക്അത്ത് അവിടെ കിട്ടിയത്? 1 റക്അത്ത്. അപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ ഓതി അത്തഹിയ്യാത്ത് നമുക്കുള്ളതാ? അല്ല. അതാർക്കുള്ളതാ? ഇമാമിനുള്ള. ഇനി നമ്മൾ എന്ത് ചെയ്യണോ? 1 റക്അത്തും കൂടി നിസ്കരിച്ചിട്ട് അത്തഹിയ്യാത്ത് എനിക്കണോ? അപ്പോഴേ നമ്മുടെ എന്താവുള്ളൂ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ആ 3ാമത്തെ ഇമാമിന്റെ കൂടെ കൂടിയതായിരിക്കുന്ന അത്തഹിയ്യാത്ത് ഓതി വരുമ്പോ എന്ത് വേണ്ടതില്ല? ഉയർത്തേണ്ടതില്ല. അപ്പോ പെട്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യമായ ഇത് ആണിനും പെണ്ണിനൊക്കെ ബാധകമാകുന്ന കാര്യമാണ്. 4 സ്ഥലങ്ങളിൽ കൈ ഉയർത്തി. ഇതൊക്കെ സുന്നത്തായ ഒരു കാര്യമാണെങ്കിലും സുന്നത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്ഥലത്ത് സുന്നത്ത് ചെയ്യല് അത് നമുക്ക് ഏറ്റവും ഒരു ബാധ്യതയുള്ള കടപ്പാടാണല്ലോ. വേറെ എവിടെയെങ്കിലും കൈ ഉയർത്തിയൊരു കാര്യമില്ലോ. നിസ്കാരത്തിൽ ഒരു സുന്നത്തായ കർമ്മം കൊണ്ട് ചിലപ്പോൾ അത് സുന്നത്തുള്ളൂ. ഉപേക്ഷിച്ചാൽ പിന്നെ എല്ലാവരും കൂടി അങ്ങനെ കരിയാ പിന്നെ എന്ത് സുന്നത്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. എടുത്താൽ അതിന് പ്രതിഫലമുള്ളതാണ്. കാരണവശാൽ ഉപേക്ഷിച്ചാൽ അത് ശിക്ഷ കൊണ്ട് കൽപ്പിക്കപ്പെടാത്തതുമാണ്. അപ്പൊ എടുക്കാൻ പറഞ്ഞ കാര്യം എടുക്കലാണ് നമ്മുടെ കടപ്പാട് എന്നർത്ഥം. അത് എടുക്കാനുള്ളതാണ്. അത് സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ളതല്ല. ഏതായിരുന്നാലും തുമഗ്നിയത്തിന്റെ കാര്യം ഇങ്ങനെ സമയല്ലാഹു ലിമൻ ഹമിദാ നീ കൈ ഉയർത്തിയതോടുകൂടെ ആ കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കീപ്പോട്ട് കൊണ്ടുവരലോടുകൂടെ ഒന്ന് കാലിന്റെ തുടമ മാന്തി. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ കീപ്പോട്ട് കൊണ്ടുവരാ എന്നുള്ള നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഉയർത്തിയത് താഴ്ത്തലാണല്ലോ. അതോടുകൂടെ ആ മാന്തലും കൂടി ചേർന്നപ്പോ 2 പ്രാവശ്യമായി. അതോടുകൂടെ ചെറിയ 1 കൂടി ചേർന്നാലോ അത് 3 പ്രാവശ്യമായി. ഇന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾ പറയും മനസ്സിങ്ങനെ പറയാം ഇതൊക്കെ പാര കൊണ്ട് സാധിക്കാനാ? വേണമെങ്കിൽ മതി. ഒരാളിങ്ങനെ ഇതിന്റെ ബേക്കിൽ ഒരു ശമ്പളക്കാരെ ഒന്ന് നിസ്കരിപ്പിക്കാൻ കഴിയോ? ഇതൊക്കെ നമുക്കുള്ള ബാധ്യതയും കടപ്പാട്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടിട്ട് അതിന്റെ പ്രതിഫലങ്ങളൊക്കെ വാങ്ങിച്ചതായിരിക്കുന്ന നല്ല നല്ല സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണല്ലോ. സുന്നത്തായിരിക്കുന്ന കാര്യങ്ങൾ ഫറള് പോലെ പരിഗണിച്ച് കാത്തു സൂക്ഷിച്ച് മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ സാലിഹ്യങ്ങളായത് എന്തുകൊണ്ട്? ഇങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമാണ് അത്തഹിയ്യാത്തിൽ വെച്ചുകൊണ്ടിട്ട് നമ്മൾ ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മേറാജിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു പ്രധാനപ്പെട്ടതായ ഒരു സ്ഥലത്ത് നബി തങ്ങളോടെ ഇരുന്നു ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുമായി സംഭാഷണം ചെയ്തു. അപ്പൊ അള്ളാഹ് എവിടെയായിരുന്നു? ആർക്കാപ്പ നമുക്കറിയാം. നബി തങ്ങൾ എവിടെയായിരുന്നു? അതും നമുക്ക് പറയാൻ അറിയില്ല. ഇത് അത്ഭുതകരമായ മുഅ്ജിസത്ത് എന്ന് പറയും. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ദൃഷ്ടിയിലോ മനുഷ്യ കഴിവിലോ മനുഷ്യന്റെ ബുദ്ധിക്കോ നിരക്കാൻ പെട്ടെന്ന് യോജിക്കാൻ അത് കഴിയുന്നില്ല. അതായത് ഇങ്ങോട്ട് ചിന്തിച്ചാൽ പറ്റുകയില്ല. പിന്നെ കണ്ണടച്ചിട്ട് വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണല്ലോ സഹാബികളൊക്കെ വിശ്വസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജ് കഴിഞ്ഞു സുബഹിന്റെ മുമ്പായി തിരിച്ചെത്തിയിട്ട് സഹാബികളൊക്കെ എന്ത് ചെയ്തു? അതാ വിളിക്കുന്നതിന്റെ മുമ്പേ അബൂജായും അബൂലഹബൊക്കെ ഇരിക്കുന്ന സദസ്സിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടായി. ഞാൻ ഇരിക്കുന്നതായിരിക്കും ഞാൻ ഉമ്മുഹാനി എന്ന് പറയുന്ന എന്റെ മുത്താപ്പയുടെ മകളാകുന്ന അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ പോയി ഒരു ബുറാഖ് എന്ന് പറയപ്പെടുന്ന ഒരു മൃഗത്തിന്റെ മേലെ കയറിയിട്ട് ബൈത്തുൽ മഖ്ദസിൽ പോയി അവിടുന്ന് ആകാശലോകം സഞ്ചരിച്ചു, സ്വർഗം നരകമൊക്കെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുമ്പോ ഇവർ ആരോടാ ഈ പറയുന്നത്? അബൂജാഹിലിനോടും അനുയായികളോടൊക്കെ. ഇവര് പറയാണ് അൽഹംദുലില്ലാ എന്നല്ല അവരെ പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ ഒരു കള്ളത്തരം മുഹമ്മദ് ഇതിന്റെ മുമ്പ് പറഞ്ഞില്ല. നുബുവത്തിന്റെ മുമ്പ് നബി കളവ് പറഞ്ഞില്ല എന്നെല്ലാവരും സമ്മതിച്ചു. നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമായി ഇതുപോലെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. വല്ലാത്ത കള്ളന ഹാദാ സിഹ്റുൻ മുബീൻ ഇന്ന ഹാദാ ലസാഹിറുൻ. ഇയാൾ ഏറ്റവും വലിയതായിരിക്കുന്ന സാഹിറാണ്. ഈ പറഞ്ഞത് ഏറ്റവും വലിയതാ ഹാദാ ബുഹ്താനുൻ അളീം. ഇത് ഏറ്റവും വലിയതായിരിക്കുന്ന കള്ളപ്പൊള്ളാകുന്നു. അതായത് സത്യവുമായി യാതൊരു കലർപ്പുമില്ലാത്ത പൊള്ളാകുന്നു. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് അവർക്ക് ആകർഷിക്കാൻ വേണ്ടി അബൂജാഹിലിന്റെ അനുയായി വിളിച്ചു. അബൂബക്കറെ, നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ മുഹമ്മദിന്റെ എല്ലാ അനക്ക ചലന കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളെ കാണാൻ വിഡ്ഢി ലോകത്തൊന്നുമില്ല. എന്നാൽ മുഹമ്മദിന്റെ പൊട്ടത്തരവും അവന്റെ വിഡ്ഢിത്തരവും നിങ്ങൾക്ക് കേൾക്കണോ? ഇന്നലെ രാത്രി അവൻ ഇശാ നിസ്കാരത്തിന്റെ ശേഷമായി അതാ അബൂ താലിബിന്റെ മകളാകുന്ന ഉമ്മുഹാനിന്റെ വീട്ടിൽ പാർക്കുമ്പോൾ അതാ പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു മലക്ക്, ഒരു ബുറാഖ് എന്ന് പറയപ്പെടുന്ന ബുറാഖ് പറഞ്ഞാൽ മിന്നൽ പോലെ വേഗതയിൽ പോകുന്നതായ ആ വാഹനവുമായി വന്നു. അതിന്റെ മുകളിൽ കയറി അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അവിടെ ഒരുപാട് അമ്പിയാക്കന്മാരുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളും സാലിഹ്യങ്ങൾക്കൊക്കെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്നു. ആകാശത്ത് പോയി ഇതിനേക്കാണ് വലിയ പൊള്ള് ഈ വിഡ്ഢി വേല ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ബോധ്യമാകുന്നുണ്ടോ? ബഹുമാനപ്പെട്ടതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആമന്തു ബില്ലാഹി വറസൂലിഹി വമാ ജാഅ ബിഹി കുല്ലി. ഞാൻ അള്ളാഹുവിനെ കൊണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും റസൂലുള്ള എന്താണ് പറയുന്നത്, എന്താണ് ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. എനിക്ക് യാതൊരു സംശയവും ഈ കാര്യത്തിലില്ല.
അപ്പോ റസൂലുള്ളാഹിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാഫിര്യങ്ങള് ഒരുപാട് അടവുകളും വിളവുകളൊക്കെ എടുത്തു. കൂട്ടത്തില് ബൈത്തുൽ മഖ്ദിസിന് എത്ര തൂണുകളുണ്ട് മുഹമ്മദേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പെട്ടെന്നുള്ള ഒരു ഇടവേളയിൽ പള്ളിയിൽ കയറിയ ഇപ്പൊ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം, അങ്ങോട്ടൊന്നും നോക്കാതെ ഈ പള്ളിക്ക് എത്ര തൂണ് നിങ്ങൾക്ക് അറിയാം? ഇന്ന് വരാൻ തുടങ്ങിയത് അവിടെ എത്ര തൂണുണ്ട്? കണക്കന്നെ. ആര് നോക്കിയത്? പള്ളിക്ക് എത്ര തൂണുണ്ട്? ആര് ശ്രദ്ധിക്കാന്ന? വളരെ കുറച്ച് തൂണുള്ള ഈ പള്ളിന്റെ ഉള്ളില് പറയാൻ കഴിയില്ല, പെട്ടെന്ന് പറയാൻ കഴിയില്ല നോക്കാതെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. ആ സമയത്ത് നബി തങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും റസൂലുള്ളാഹി പടച്ചവനേന്ന് മനസ്സിൽ കണ്ട് തോന്നിയപ്പോഴേക്കും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ബൈത്തുൽ മഖ്ദിസിന്റെ പടം ഒന്നാകൂടെ ഇങ്ങനെ വളരെ വ്യക്തമായി ടെലിവിഷൻ ഇങ്ങോട്ട് ഓണാക്കി നോക്കുമ്പോ എന്തൊരു സന്തോഷമാണ്, വളരെ വ്യക്തമായി. അപ്പോ ഇവർക്ക് നേരത്തെ അറിയാവുന്ന ആളുണ്ടായിരിക്കാം. വളരെ വ്യക്തമായി പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു എന്തോ ഇയാളുടെ അരികിൽ ഒരു ശക്തി ഉണ്ട്, എന്തോ ഒരു കൺകെട്ട് ഒരു ജാലവിദ്യ ഇയാളുടെ അരികിലുണ്ട്. വിശ്വസിച്ചില്ല. അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കണ്ടേ, അത് അവന്റെ വകയാണല്ലോ. അത് അവന്റെ സ്വന്തം വകയാണ് ഹിദായത്ത്. അള്ളാഹു വേണ്ടുവച്ചവർക്ക് മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ. എത്രയോ കാഫിര്യങ്ങളായിരിക്കുന്ന ആളുകൾ നമ്മുടെ ഖുർആൻ അറിയുന്നവർ, വേദം അറിയുന്നവർ, ശാസ്ത്രം അറിയുന്നവർ, റസൂലുള്ളാഹിനെ കുറിച്ചും അദ്ദേഹം പറയുന്ന എത്രയോ കാഫിര്യങ്ങളായിരിക്കുന്ന വലിയ വലിയ വിശ്വസ്തന്മാരായ ആളുകളുണ്ട്. പക്ഷേ അവർ കാഫിര്യങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്തേ കാരണം? ഹിദായത്ത് എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന നൂറ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ വിതച്ചിട്ടില്ല, കുത്തിവെച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമ്മൾ റസൂലുള്ളാഹി അവിടെ ഹാജരായി. എന്നിട്ട് അള്ളാഹുമായി സംഭാഷണങ്ങൾ ചെയ്തപ്പോ നബി തങ്ങളെ കണ്ടതായ പാട് റബ്ബ് സുബ്ഹാനഹു വ തആല അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലയോ മഹാനാ നബിയെ അള്ളാഹുവിന്റെ റഹ്മത്തുകളും അവന്റെ പ്രത്യേകമായ കരുണയും തങ്ങൾക്കുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് കൊടുക്കുന്നതായ ഒരു ഔദാര്യമായ സമാധാന സംരക്ഷണം കിട്ടിയപ്പോ റസൂലുള്ള ചിന്തിച്ചത്, പടച്ചവനെ അൽഹംദുലില്ലാഹ് എനിക്ക് എത്രയോ വലിയ ഉന്നതമായ പിന്നെയും അവാർഡുകളും പ്രമോഷനുകളും ഉദ്യോഗങ്ങളും അതാ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയെന്ന് നീ സന്തോഷിച്ചില്ല. വേഗത്തിൽ ചിന്തിക്കുകയാണ്, ഞാൻ ഇതാ ഒരു അമീനായിക്കൊണ്ട് ഒരു പ്രതിനിധിയായി എന്റെ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയും അങ്ങനെ ആ പ്രതിനിധിയായി ഇങ്ങോട്ട് വന്നതാ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ ഉമ്മത്തിമാരുടെ സമാധാന സന്തോഷത്തിന് ഖിയാമത്ത് നാൾ വരെ നന്മക്ക് എന്താണ് കൊണ്ടുപോകാൻ പടച്ചവനെ. അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും റബ്ബിനോട് ആവശ്യപ്പെടുമ്പോൾ അതാ പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. അല്ലാഹുവേ നമ്മളുടെ മേലിലും ലോകത്തുള്ള സാലിഹ്യങ്ങളായ എല്ലാ ആണ് പെണ്ണുങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ സമാധാന സംരക്ഷണമുണ്ട്. ഇത് ആർക്ക് ലഭിക്കുകയില്ല? നിസ്കരിക്കുമ്പോൾ തുമനീനത്ത് എന്ന് പറയപ്പെടുന്ന കാര്യം ഉപേക്ഷിച്ചതായ ആളുടെ നിസ്കാരം സ്വഹിയാവാത്തത് കൊണ്ട് അവനോതുന്ന തഹിയാത്തിന്റെ ഗുണവും കിട്ടുകയില്ല. ലോകത്തുള്ളതായ മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ ദുആയിലും അവൻ പെട്ടുപോയില്ല. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കാക്ക നിസ്കരിക്കും പോലെയോ കൊത്തും പോലെയോ അല്ലെങ്കിൽ മുനാഫിക്കിന്റേതായ ഉദാഹരണം നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. കോഴി കൊത്തും പോലെയുള്ള നിസ്കാരം നമുക്ക് ചേർന്നതല്ല. തുമനീനത്ത് എന്ന് പറയപ്പെടുന്ന ഈ പരിശുദ്ധമായ കർമ്മം വളരെ ശ്രദ്ധിക്കണം. അത് നിസ്കാരത്തിന്റെ 9ാമത്തെ ഒരു ഫർളും കൂടിയാണ്. ഇതിന്റെ മുമ്പ് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എത്ര അംഗങ്ങള് സുജൂദിൽ വെക്കെന്നാ പറഞ്ഞത്? 7 8 പറഞ്ഞത്? 7. ഏതൊക്കെയാ പറഞ്ഞത്? നെറ്റി 2 മുൻകൈന്റെ വെള്ള 3, 2 കാലുമുട്ട് 5, കാലിന്റെ വിരലുകളുടെ പള്ള. അപ്പൊ എത്രയായി? അവ മൂക്കോ? മൂക്കില്ലേ? മൂക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ അമ്മായിമ്മയുടെ മൂക്ക് മരോട് കുറിച്ചാ പറഞ്ഞത്. ആരും മൂക്കിൽ ഞാൻ പറ്റുമോ? നെറ്റി മൂക്കൂടി ഒന്നോ? എങ്ങനെയാവുക? എന്ത് അന്തല്ലാത്ത വർത്തമാനങ്ങൾ. മൂക്ക് സുജൂദിൽ ചേർക്കൽ സുന്നത്തുണ്ട്, അത് പറഞ്ഞില്ല. മൂക്ക് വെക്കലല്ല നമ്മുടെ ആവശ്യം, നെറ്റിയാണ് വെക്കേണ്ടത്. അതാണ് സുജൂദിന്റെ മഹല്ല്. മൂക്ക് വെക്കാതെ മൂക്ക് വെച്ച് ഇങ്ങനെ വെറുതെയിട്ട് മുറിയാക്കൊന്നും വേണ്ട, നെറ്റ് വെച്ച് വരുതിയിട്ട് അഴമ്പാക്കും വേണ്ട. ചില ആളുകൾ മനസ്സിലാക്കി നിസ്കാരത്താമ്പില്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളെന്ന് അറിയില്ല, അതല്ലെങ്കിൽ നാളെ ആഖിറത്തില് എന്ന് പറഞ്ഞ 100 നെറ്റത്ത് താഴ്മ്പുള്ളവർക്കാണ് എന്നാണ് ചില ആളുകളൊക്കെ മനസ്സിലാക്കി. അല്ല, നിസ്കരിക്കുന്നതായ മനുഷ്യന്റെ അവന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രകാശം അള്ളാഹു കൊടുത്തതുണ്ട്. വേണ്ട സ്ഥലത്ത് അത് പ്രകാശിക്കും. മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കഅന്നഹും മർളാ, അവർക്ക് നിസ്കാരത്തളമ്പ് കൊണ്ടല്ലായിരുന്നു, അവരെ ഏത് സമയത്തും മനദുഃഖമുള്ളവരായിട്ടാണ് അവരെ കാണുക. കഅന്നഹും മർളാ, മനസ്സിന്റെ പ്രയാസം എന്താ? മനസ്സിന്റെ പ്രയാസം നമ്മളെ പോലുള്ള പ്രയാസം ഒന്നല്ല.
നമുക്കിപ്പോ ജോലിയോട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാപ്പുള്ളത്. ഫിനീഷാകാൻ നോട്ടീസ് കിട്ടിയവർ അടുത്ത് കിട്ടും, പത്രത്തിൽ കണ്ടു 1500 ആളുകൾക്ക് ഫിനീഷാണ് എന്നെ ഞാനതിൽ പെടുവോ പെടാതിരിക്കോ, പെട്ട എന്റെ ഹാലെന്താ, പെട്ട ഞാൻ എങ്ങനെയാ ജീവിക്കാന്ന്. അപ്പോൾ അള്ളാടനെ പറഞ്ഞു കേട്ടോ, അള്ളാഹ് ഞാൻ എന്താ കാട്ടേണ്ടതെന്ന് അള്ളാഹ് പറഞ്ഞു തരും. ഇവിടെ ഫിനീഷാവട്ടെ, ഫിനീഷാകുമ്പോ അള്ളാഹു പറഞ്ഞു ഇതിനെപ്പറ്റി ഒന്നും ബേജാറാവണ്ട എന്ന് പറഞ്ഞാലും ബേജാറന്നെ പൊന്നാരന്നെ മുജര അതൊന്നും പറഞ്ഞു കാര്യമില്ല. എന്റെ നെഞ്ഞത്ത് കിടന്ന് ചാടുക. എനിക്കാണെങ്കിൽ ഒരു പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായത്, ഇനി എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല. ഇനി രണ്ടാമത്തോട് മരിക്കും, ഏറി വന്നാല് ഈമാൻ കിട്ടി മരിക്കാണ്ട് ദ്വാരക്ക, എന്തൊക്കെ ഒരു ബേജാറാവുള്ളത്. ആ സമയത്ത് മഹാന്മാരായ സഹാബത്തിന്റെ ബേജാറുകള് ഞാൻ പറഞ്ഞു നിങ്ങളോട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറ്, അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശരിയ ബഅദൽ മൗതി മദ്ദാറു. പടച്ചോനെ മരിക്കണേ അല്ലാഹ്, മരണാനന്തരമായി എന്റെ ഭവനം ഏതാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ പടച്ചോനെ, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമോ അല്ലാഹ്, അതല്ല എനിക്ക് സ്വർഗമാണോ? ഈ കാര്യത്തിലാണ് ബേജാറുള്ളത്. ലോകത്ത് അംബിയാ മുർസൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയതാ ഒരു മഹാനാരാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. തന്റെ ബേജാർ ഇതന്നെയാണ്. അതേ സമയത്ത് നമ്മുടെ ബേജാറോ, അതിനാണ് ഞാൻ ആദ്യം നമ്മുടെ ബേജാറ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്ബാ അലാ നാരിൽ ജഹീമി. പടച്ചോനെ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ യോഗ്യത ഞാൻ കാണുന്നില്ല, എന്നാ നരകത്തിൽ ചാടിയിട്ട് അവളെ ക്ഷമിക്കാനുള്ളത് ആ ഒരു കഴിവ് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അതും എനിക്കില്ല തമ്പുരാനെ. അതുകൊണ്ട് ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. പടച്ചോനെ എന്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു കൊണ്ടാണ് തൗബ നീ സ്വീകരിക്കുക. ഇന്നക ഗാഫിറു ദംബിൽ അദീമി. എത്ര വലിയ വലിയ പാമണ്ണമായ തെറ്റുകുറ്റങ്ങളൊക്കെ നീ എന്ത് ചെയ്യുന്നതാണ്, പുറത്തു കൊടുത്തവനാണല്ലോ തമ്പുരാനെ, തൗബ സ്വീകരിച്ചവനാണ്, എനിക്ക് പൊറുക്കണതാ. ഇതാ ഇവരുടെയൊക്കെ ബേജാറുണ്ടായെന്ന്. അത് കാരണമായി കാന്നഹും മർളാ, മനസ്സിൽ എന്ത് ചെയ്തു, അവർക്ക് ആഹ്ലാദം പ്രകടമാകുന്നില്ല, ബേജാറുകളാണ്. നിസ്കാരത്തഴമ്പുകളൊന്നും അല്ലായിരുന്നു അവരെ മനസ്സിന്റെ വാട്ടങ്ങൾ. ലാ യസലൂന നാസ ഇൽഹാഫ. ജനങ്ങളോട് ഒരു സംഗതിയും അവർ ആവശ്യപ്പെടുകയില്ല, കീർത്തിച്ച് ചോദിക്കില്ല എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായതിന്റെ ശേഷം കീർത്തിക്കല്. അപ്പൊ ചോദ്യം തന്നെ ഇല്ല. അതായത് ഭൗതികമായ സഹായങ്ങൾ അവർ ഒരിക്കലോടും ജനങ്ങളോട് ആവശ്യപ്പെടുകയില്ല. എന്തെങ്കിലും സഹായങ്ങൾ, ജീവിക്കേണ്ട സഹായങ്ങളോ കെട്ടിക്കേണ്ട സഹായങ്ങളോ വീടിന്റെ സഹായങ്ങളോ ഒന്നും അവർ ചോദിക്കൂല. ഈ അത്രയും വലിയ മഹാന്മാരായിരുന്നു. അപ്പൊ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിസ്കരിക്കുന്ന ആളുകളായിരുന്നു. നിസ്കാരത്താകുമ്പോ അല്ല നമ്മുടെ ലക്ഷ്യമുള്ളത്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ഈ അംഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, വെച്ച് സുജൂദ് ചെയ്യണം എന്ന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടോ പങ്കെടുക്കാതെ എന്താ അറിയില്ല. ചില ആളുകൾ നമുക്ക് ബേക്കിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ ഫർള് നിസ്കരിക്കുമ്പോഴോ നമ്മുടെ മുമ്പിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകൾ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പതിഞ്ഞാൽ അവരുടെ കാലിന്റെ വിരലുകളുടെ പള്ള അവർ ശരിക്കും വെക്കാതെ ഇങ്ങനെ മറിച്ച് വെച്ച് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി വെച്ച് നിസ്കരിക്കുന്നു. ഈ നിസ്കാരം എങ്ങനെ സഹിയാവുക? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേലിൽ ശ്രദ്ധിക്കും, അങ്ങനത്തെ ഒരു ഇവിടെ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിലോ ഇതുവരെ നിസ്കരിച്ചതൊക്കെ അങ്ങനെ തന്നെ ഈ കോലത്തിലൂടെ എത്തിക്കട്ടെ, അവസാനം വരെ എന്ന് വെച്ചാലോ പിന്നെന്ത് പറഞ്ഞിട്ടെന്താ, യാതൊരു പ്രയോജനമില്ലല്ലോ. ചിലപ്പോ അങ്ങനെയല്ലേ. അല്ല ഇവിടെ ഇത്ര സൗകര്യം ഉള്ളൂ എന്ന് വെച്ചാലോ, ഞങ്ങൾ പണ്ട് 76 നാട്ടിൽ നിന്ന് അജിന് പോകുമ്പോ കപ്പലിൽ കയറി അജിന് പോരാ. അപ്പോൾ ഒരു മാമ നമ്മൾ വേറെ ഇതിന്റെ ഉള്ളിൽ കപ്പലിന്റെ തട്ടിൽ നിസ്കരിക്കാം. അപ്പൊ കിബില നമ്മളെല്ലാം നോക്കി നിസ്കരിക്കുന്നുണ്ട്. ഈ മാമ നേരെ കോട്ടിരിഞ്ഞാൽ നിസ്കരിക്കുന്നത്. കൂടെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ നിസ്കരിച്ചാൽ സഹിയാവില്ല. അപ്പൊ തള്ള ദേഷ്യം പിടിച്ചിട്ട് ഇതിൽ ഇത്ര സൗകര്യമുള്ളൂ, ഇതിനിങ്ങനെ ഇരിക്കാം, ഇത് ഇറങ്ങി ഇന്ന് ചിലപ്പോൾ നിസ്കരിക്കാം, ഇതിൽ ഇത്രേ പറ്റുകയുള്ളൂ, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്നർത്ഥം. കേക്കോട്ടിരിഞ്ഞിട്ടേ നിസ്കരിക്കുക, തലക്ക് വെളിവിടൊന്നുമില്ല, പറഞ്ഞത് തെറ്റി പറ്റിയില്ല, ഒറ്റ ചാട്ടാ. ഇതുപോലെ അത്രേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ. ഇതന്നെ ഇപ്പൊ നമ്മളാന്നിട്ട് ഒപ്പിച്ചതാണ്. 100 പ്രശ്നങ്ങളുണ്ട്. കടയിലെ ആളില്ലാതെ അവിടുന്ന് ഓടിയിട്ട് പോകുന്നതാ. അപ്പോൾ ഒരു കാല് വെക്കലും കൈ കുത്തലും അവിടെ ചെല്ലുമ്പോഴേക്കും ഇപ്പൊ എന്തൊക്കെ അവിടെ ആവാന്നറിയില്ല. ഇങ്ങനെ പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ നാം മുട്ടുമടക്കേണ്ടതായിരിക്കുന്ന ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ നിരത്തിയിട്ടാണ് എല്ലാം അർപ്പിക്കേണ്ടതായ അല്ലാഹുവിന്റെ മുമ്പിൽ നാം അർപ്പണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിസ്കാരം യാത്രയിൽ അല്ലാഹു നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ നൽകിയത് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അതിന്റെ ചില നിബന്ധനകളാണ് പറയാനുള്ളത്. അപ്പോ കസറാക്കി നിസ്കരിക്കാന്ന് എത്ര നിസ്കാരത്തിലാ പറ്റുക? 3 നിസ്കാര. കസറാക്കാന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കാന്ന് പറയരുത്. അവിടെ 4 റക്അത്തുള്ള നിസ്കാരം ചുരുക്കാന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥമല്ലേ, എല്ലായിടത്തും ചുരുക്കലല്ലേ. തിന്നോടത്ത് ചുരുക്ക, നടക്കുന്നിടത്ത് ചുരുക്ക, കൊടുക്കുന്നിടത്ത് ചുരുക്ക, പിന്നെ വാങ്ങുന്നിടത്തൊന്നും ചുരുക്കാൻ പറ്റൂല. ചുരുക്കാറ് ആ വാക്കിന്റെ അർത്ഥം നിസ്കാരത്തിൽ കസറാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 4 റക്അത്തുള്ള നിസ്കാരം
രണ്ടാക്കി ചുരുക്കുക. ജമ്മാക്ക എന്ന് പറഞ്ഞാല് അങ്ങോട്ട് ചേർത്ത് പിന്തിക്കുന്നതിന് തഹ്‌റീറുൽ ജംഅ് എന്ന് പറയും, ഇങ്ങോട്ട് മുന്തിച്ച് നിസ്കരിക്കുന്നതിന് തഖ്ദീമുൽ ജംഅ് എന്ന് പറയുന്നതാണ്. ഇത് 4 നിസ്കാരങ്ങളിലാണ് നടക്കുന്നത്. ഖസ്റാക്കൽ 3 നിസ്കാരത്തിലാണ് നടക്കുന്നത്. സുബ്ഹി നമസ്കാരം അത് ഫരീദത്തായ സലാത്താവുന്നു. അതായത് അങ്ങോട്ടും ചേർക്കാൻ വയ്യ ഇങ്ങോട്ടും ചേർക്കാൻ വയ്യാത്തൊരു നിസ്കാരമാണ്. അത് അതിന്റെ ടൈമിൽ തന്നെ ആവണം. മനഃപൂർവ്വമായിട്ട് അത് ഖളായി വന്നാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നഷ്ടവും പരാജയവുമാണ്. അവൻ എന്നും നഫ്സുകാരനാകുന്നു. ഇനി ഈ നിസ്കാരത്തിന്റെ ഖസ്റാക്കാൻ എന്തൊക്കെ ഷർത്തുകളാണ്? തഖ്ദീമായിട്ട് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ എത്ര നിബന്ധനകളുണ്ട്, ശേഷം അവിടെ പിന്തിക്കുമ്പോൾ എത്ര നിബന്ധനകളുണ്ട് എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താ നമ്മുടെ പ്രവർത്തകന്മാർക്ക് എന്ത് കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു ഒന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തുവരുമാറാവട്ടെ. വാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പദർ കൊണ്ട് നമ്മയും അഹ്ലികാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ നമസ്കാരത്തിന്റെ ജംഅ് ഖസ്ർ എന്നുള്ളത് ഹജ്ജ് യാത്രയിൽ പഠിച്ചിരിക്കേണ്ടതാണ്. ഹജ്ജിന് പോകുന്ന ഏതൊരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. യാത്രയിലാണ് നമസ്കാരത്തിൽ നമുക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ വേണ്ടത്.